എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നമുക്കറിയാം, 2022, 23, 24 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം നമ്മൾ ഈ കൊടുത്തേക്കുന്ന PDF നോട്ട് കൃത്യമായി വായിച്ചു നോക്കണം. അതിൻ്റെ പരീക്ഷ PSC ഇൻഫ്ലുവൻസറിൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പുരസ്കാരങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരള PSC മത്സര പരീക്ഷയിൽ പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ചോദിക്കും അല്ലേ. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും, ഈ ലേറ്റസ്റ്റ് കണ്ടന്റുകളൊക്കെ പഠിക്കണോ? ഈ ലേറ്റസ്റ്റ് കണ്ടന്റുകളൊക്കെ അടുത്ത മത്സര പരീക്ഷയ്ക്കും ഗുണം ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടന്റും ഡിസ്കസ് ചെയ്യുകയാണ്. ആശാൻ മെമ്മോറിയൽ, കുമാരനാശാൻ മെമ്മോറിയൽ അസോസിയേഷൻ, അതായത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുമാരനാശാൻ മെമ്മോറിയൽ അല്ലെങ്കിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ നൽകുന്ന 2024 മറക്കല്ലേ, 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായതാരെന്ന് ചോദിച്ചാൽ ഉത്തരം M. ഗിരിജയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. കുമാരനാശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന്മാരുടെ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ കുമാരനാശാനെ പറ്റി പഠിക്കാറുണ്ട്. കേരള സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട കണ്ടന്റിൽ നമ്മൾ കുമാരനാശാനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ പഠിക്കാറുണ്ട്. ആനുകാലിക സംഭവങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ് ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ, അതായത് ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ നൽകുന്ന 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അത് M. ഗിരിജയാണ്. അവിടെ ചെന്നൈയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കണം. മുൻകാല വർഷ ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ചെന്നൈ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. മറക്കല്ലേ, ചെന്നൈ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. ഈ പറയുന്ന തമിഴ്നാടിന്റെ തലസ്ഥാനമാണല്ലോ ചെന്നൈ എന്നറിയപ്പെടുന്നത്. ആദ്യകാലത്ത് മദ്രാസ് എന്നായിരുന്നു, ഇപ്പൊ ചെന്നൈ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ഇതേപോലെ ശില്പികളെ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് മാർട്ടിൻ അല്ലെങ്കിൽ ഫ്രാങ്കോയിസ് മാർട്ടിൻ. രണ്ടിലേതാണോ അത്. ഇപ്പൊ രണ്ട് ഓപ്ഷൻ കൊടുക്കത്തില്ല, ഏതെങ്കിലും ഒന്ന് ഓപ്ഷനെ കൊടുക്കത്തുള്ളൂ. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഈ മാസം ഇന്നലെ, അതായത് തൊട്ട് തലേ ദിവസം നടന്ന ഒരു കറണ്ട് അഫെയർ ആണ്. മൈഥിലി ഭാഷയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പിറക്കിയായിരുന്നു അല്ലെ. അപ്പം മൈഥിലി ഭാഷയിൽ ഭരണഘടനയുടെ പതിപ്പിറക്കിയതിനെ തുടർന്ന് ബീഹാറിൽ നിന്നും മാറി മിഥിലാഞ്ചൽ എന്ന പുതിയ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ച വ്യക്തിയുടെ പേരാണ് റബ്രി ദേവി. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഏത് സംസ്ഥാനം വിഭജിച്ച് മിഥിലാഞ്ചൽ രൂപീകരിക്കണമെന്നാണ് റബ്രി ദേവി അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന റബ്രി ദേവി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകൾ അവകാശപ്പെടുന്നത് മിഥിലാഞ്ചൽ ആക്കണം. ആരെ മാറി? ബീഹാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് മാറി മിഥിലാഞ്ചൽ എന്ന പുതിയ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടത് റബ്രി ദേവിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ ബീഹാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ ചോദ്യമായി വന്ന ഒരു ചോദ്യമുണ്ട്. വിഹാരങ്ങളുടെ നാട്, പ്രാചീന കാലത്ത് വിഹാരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ബീഹാറാണ്. ഒത്തിരി സംസ്ഥാനങ്ങൾക്ക് അപരനാമങ്ങളുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുജറാത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഇതിഹാസങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പ്രാചീന കാലത്ത് മത്സ്യ എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമുണ്ട്, അത് രാജസ്ഥാനാണ്. പ്രാചീന കാലത്ത് വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. അത് ഓർത്തു വെക്കുക. ഇത് പറയാനുള്ള കാരണം, ഇക്കഴിഞ്ഞ LGS പരീക്ഷയിൽ ഈ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ അപരനാമങ്ങളും ചോദ്യമായി വന്നിട്ടുണ്ട്, പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യനകത്ത്. അപ്പൊ അത് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓരോ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അടുത്തത് 2024 നവംബർ, ഈ മാസം 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് ഫെങ്കൽ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള PSC മത്സര പരീക്ഷയിൽ ആനുകാലിക മേഖലയിൽ നിന്ന് ഈ ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നറിയപ്പെടുന്ന സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ആശയം തന്നെ മറ്റൊരാൾക്ക് എന്താണ്, നെഗറ്റീവാണ് അല്ലെങ്കിൽ ദോഷമാണ്. അപ്പം നമ്മൾ ചോദ്യമായി നമ്മളത് പഠിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ 2024 നവംബർ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് ഫെങ്കൽ എന്നാണ്. ഈ ഫെങ്കൽ എന്ന് പറയുന്ന വാക്കിന് ഒരർത്ഥമുണ്ട്, നിസ്സംഗത അല്ലെങ്കിൽ ഇൻഡിഫറന്റ് എന്നാണെന്ന് ഓർത്തു വെക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഓരോ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് വരുമ്പോഴും, എസ്പെഷ്യലി ചുഴലിക്കാറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുമ്പം ഈ ചുഴലിക്കാറ്റുകൾക്ക്
പേര് നൽകിയത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ഏത് രാജ്യമാണ് ഈ പറഞ്ഞ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയത്? അപ്പൊ ഫെങ്കൽ എന്ന 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ ഫെങ്കലിന് ആ പേര് നിർദ്ദേശിച്ചത് സൗദി അറേബ്യയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫയർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉത്തേജക പരിശോധനയ്ക്ക് സഹകരിച്ചില്ല എന്ന കാരണത്താൽ 4 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരത്തിന്റെ പേര് ബജ്റംഗ് പൂനിയാണ്. അപ്പം മിക്ക മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്നത് ബജ്റംഗ് പൂനിയ താഴെ പറയുന്ന ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അദ്ദേഹം ഗുസ്തി താരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ് ഞാൻ ഈ പറയുന്നത്. ഉത്തേജക പരിശോധനയ്ക്ക് സഹകരിച്ചില്ല എന്ന കാരണത്താൽ 4 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരത്തിന്റെ പേര് ബജ്റംഗ് പൂനിയ എന്നാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ഈ മാസം, അതായത് നവംബർ ലേറ്റസ്റ്റ് ആയി നടത്തിയ ആനുകാലിക കണ്ടന്റുകളിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് സോർട്ട് ചെയ്ത് പഠിച്ചു പോകുമ്പോഴത്തേന് ഈ ഒരു മാസത്തെ പ്രധാനപ്പെട്ടതായി ഇനി ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ചേർത്തുള്ള PDF നോട്ട്, അതിന്റെ പോള്, അതിന്റെ പരീക്ഷ, അതിന്റെ ഈ പറയുന്ന പബ്ലിക് പോസ്റ്റ് എല്ലാം ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത PDF ഫയൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ടോപ്പിക് കിട്ടിയല്ലോ. ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞത് ആശാൻ കവിതാ പുരസ്കാരത്തെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ബജ്റംഗ് പൂനിയെ പറ്റി പറഞ്ഞു. അതിനുശേഷം നിസ്സംഗത എന്നർത്ഥമുള്ള ഫെങ്കൽ ചുഴലിക്കാറ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ റബ്രി ദേവി മൈഥിലി ഭാഷയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പിറക്കിയതിനെ തുടർന്ന് ബീഹാറിൽ നിന്ന് മാറിയിട്ട് മിഥിലാഞ്ചൽ എന്ന പുതിയ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന വ്യക്തികളിൽ പ്രധാനിയാണ് റബ്രി ദേവി. ഒന്ന് ഓർത്തുവെക്കുക. പ്രാചീന കാലത്ത് വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മത്സ്യ എന്നറിയപ്പെട്ടത് ആരെയാ? രാജസ്ഥാനിനെയാണ്. അത് മറക്കരുത്. മത്സ്യ. ഇതിഹാസങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതിന് ഉത്തരം ഗുജറാത്താണ്. ഒത്തിരി സംസ്ഥാനങ്ങളുണ്ട്. ത്രിപുര സുന്ദരികളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കും? അത് ബീഹാർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളാണ് പറയുന്നത്. നിങ്ങളിത് എല്ലാവർക്കും അറിയാം. ഒരു മത്സര പരീക്ഷയിൽ, അതായത് 20 കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അത് 15 കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, എത്ര കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അതിലൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തും ചോദിക്കാനുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ, ആ പദവികളിൽ ഇരുന്ന വ്യക്തികളെ പറ്റി ചോദിക്കാറുണ്ട്. ആ കണ്ടന്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. കേരളത്തിന്റെ പുതിയ കേരള സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ് എന്നാണ് ചോദ്യം. കേരള സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ട് അധിക ചുമതലയാണ്. ഈ പറയുന്ന വ്യക്തിത്വത്തിന് വേറൊരു ചുമതലയുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിത്വമാണ് ഇവര്. അപ്പൊ കേരള സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം 4 ഓപ്ഷൻ കൊടുത്തപ്പോൾ ദിവ്യ എസ് അയ്യർ, ശ്രീറാം വെങ്കിട്ടരാമൻ, മധുബാൽ, മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 4 വ്യക്തികൾക്കും ഉത്തരമുണ്ട്. ഈ പറയുന്ന 4 വ്യക്തികൾക്കും ഈ പറയുന്ന വ്യക്തമായ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളിൽ വ്യക്തമായ സ്ഥാനമുണ്ട്, അതിൽ ഉത്തരവുണ്ട്. അപ്പൊ ദിവ്യ എസ് അയ്യറാണ് കേരള സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറായി പുതിയതായി ചുമതലയേറ്റത്. ദിവ്യ എസ് അയ്യറാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസറും ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്, ഈ ശ്രീറാം വെങ്കട്ടരാമൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഏതിന്റെ തലപ്പത്താണ് ഇരിക്കുന്നത്? മധുബാൽ ഇപ്പൊ ഏത് സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഏത് പദവിയിലാണ് ഇരിക്കുന്നത്? മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏത് പദവിയിലാണ് ഇരിക്കുന്നത് എന്ന് തുടങ്ങുന്ന PDF നോട്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് വീണ്ടും ആവർത്തിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ എന്ന ഹെഡിങ്ങോടുകൂടി ഈ പറഞ്ഞ PDF നോട്ട് ഏകദേശം ഒരു 10-40ഓളം പോയിന്റ് കാണും. ആ 40 പ്രധാനപ്പെട്ട നിയമനങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികളും അതിലിരിക്കുന്ന വ്യക്തികളെയും ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് 2024 നവംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. കേരള സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരെയാണ്? ദിവ്യ എസ് അയ്യറാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ കേരളത്തിലെ പ്രധാന പദവികളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി ചെയ്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണ്ടന്റുകൾ അല്ലെങ്കിൽ PYQ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെയാണ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ചെയ്ത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ചെയ്ത്. അപ്പൊ ഇവിടെ താഴെ പറയുന്നവയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നോക്കിയേ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഓപ്ഷൻ ബി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദർ. ഓപ്ഷൻ സി, കേരള ലോകായുക്ത N അനിൽകുമാർ. ഓപ്ഷൻ ഡി, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രേംകുമാർ. ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്?
അത് ശാരദ മുരളീധരനാണ് നിലവിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി. അതൊന്ന് ഓർത്തു വെക്കണം. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കും. അതിൽ നിങ്ങൾ വായിക്കുന്ന ഒരു ഏരിയ ആണ് ചീഫ് സെക്രട്ടറി. അത് ഓർത്തു വെക്കുക. നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? അത് ശാരദാ മുരളീധരനാണ്. ദെൻ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര് നിധിൻ മധുകർ ജാംദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്താദ്യമായി കേസുകൾ കൈകാര്യം ചെയ്യാൻ ആപ്പ് സംവിധാനം നടപ്പിലാക്കിയ, കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഹൈക്കോടതി അത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദർ ആണ്. ഓപ്ഷൻ സിയിലേക്ക് അപ്പൊ അതും ശരിയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതും ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വാ. കേരള ലോകായുക്ത, കേരളത്തിന്റെ പുതിയ ലോകായുക്തയായി അപ്പോയിന്റ് ചെയ്തേക്കുന്നത് എൻ അനിൽകുമാറിനെ. അപ്പൊ അതും ശരിയാണ്. ഇനി അപ്പൊ ചില ആളുകൾ വിചാരിക്കും ഒന്നും എയും ബിയും സിയും ശരിയാണെങ്കിൽ ഡി തെറ്റാവാൻ സാധ്യതയില്ലേ? അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഡിയും ഒന്ന് വായിച്ചു നോക്കുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രേംകുമാർ അല്ല. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ്. പ്രേംകുമാറിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അതിലേക്കെല്ലാം നമ്മൾ വരാം. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്, ഓപ്ഷൻ ഡി തെറ്റാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരല്ല? പ്രേംകുമാർ അല്ല. അപ്പൊ അതിന്റെ റിലേറ്റഡ് കണ്ടന്റ് നമുക്ക് വേണമല്ലോ. ഒന്നാമത്തത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണ. ഷാജി എൻ കരുണിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമുണ്ട്. അത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത്, അപ്പൊ പ്രേംകുമാറിന് പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അതായത് ആക്ടിംഗ് ചെയർമാൻ പ്രേംകുമാറാണ്. നേരത്തെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ആയിരുന്നു. അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, നിലവിൽ ആക്ടിംഗ് ചെയർമാൻ പ്രേംകുമാറാണ്. ഈ പ്രേംകുമാറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കൂടെയാണ് ആര്? പ്രേംകുമാർ. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കണേ. നമ്മൾ പറയും ജസ്റ്റിസ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പം ഈ ഒരു ഏരിയ, അപ്പം ആ പറയുന്ന ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്ന സംഭവങ്ങളാണ് ഈ പറയുന്ന കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കുകയുണ്ടായി. അപ്പൊ അതിനുശേഷം ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് ആര് വരുന്നു? പ്രേംകുമാർ വരുന്നു. അതൊന്ന് ഓർത്തു വെക്കുക. അവിടെ ഒരു ചോദ്യമുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് വരുന്ന, അതായത് സംവിധായകനല്ലാത്ത ആദ്യ വ്യക്തിയാണ് പ്രേംകുമാർ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്തോളാം. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കണം. ഇനി കേരള PC മത്സര പരീക്ഷയിൽ ചോദ്യമായി വരാൻ സാധ്യതയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ മാത്രം പറയുക. ഒന്ന്, കുടുംബശ്രീ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കേരളത്തിൽ രൂപീകരിച്ച ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണല്ലോ കുടുംബശ്രീ. ഈ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്കാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ക്ലാസ് കാണുന്ന സമയത്ത്, ഇപ്പൊ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് 2024 നവംബർ 29 2024 നവംബർ 29 അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ ക്ലാസ്സിൽ അപ്ഡേഷൻ ഉണ്ടാകും. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ക്ലാസ് കണ്ടിട്ട് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യരുത്. കാരണം എന്താ? കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാറിയല്ലോ, അല്ലെങ്കിൽ കേരള ബാങ്ക് CEO മാറിയല്ലോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, 5 മാസം അല്ലെങ്കിൽ 2 മാസം നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് പ്രഡിക്ഷൻ ഇല്ല. പക്ഷെ ഇന്നത്തെ കറണ്ട് അഫയർ ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? അത് ജാഫർ മാലിക്കാണ്. കാരണം മിക്ക വീഡിയോയുടെയും താഴെ നിങ്ങൾ ചില ഉദ്യോഗാർത്ഥികൾ, അത് കുറച്ച് സംശയമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സംശയം കൊണ്ട് കമന്റ് ചെയ്യുന്നതായിരിക്കാം. അത് ചിലപ്പോൾ മറ്റു ഉദ്യോഗാർത്ഥികൾ ഗുണകരമാകും. കാരണം അപ്പം നിലവിൽ ചോദിക്കുകയാണ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാറുവാണ്, അടുത്ത 2 മാസം കഴിയുമ്പോൾ മാറുവാണെന്നിരിക്കട്ടെ. അപ്പൊ ആ ജാഫർ മാലിക് പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അപ്പൊ കുടുംബശ്രീയുടെ നിലവിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? അത് ജാഫർ മാലിക്കാണ്. കേരള ബാങ്കിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ അത് ജോർട്ടി എം ചാക്കോ. മറക്കല്ലേ, കേരള ബാങ്കിന്റെ നിലവിലെ CEO ജോർട്ടി എം ചാക്കോ. അപ്പൊ ചില ആളുകൾ മനസ്സ് വിചാരിക്കും, കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഉണ്ട്. അത് ഗോപി കോട്ടമുറിക്കലാണ്. കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ നിലവിലെ CEO ആരാണ്? അത് ജോർട്ടി എം ചാക്കോ. അടുത്തത്, കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഉണ്ടല്ലോ. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ എന്നറിയപ്പെടുന്നത് മല്ലിക സാരാഭായാണ്. ഈ മല്ലിക സാരാഭായ്ക്ക് ഒരു ആത്മകഥയുണ്ട്, ഹൃദയത്തിൽ നിന്നുള്ള നാദം, വോയിസ് ഫ്രം ഹേർട്ട് എന്നറിയപ്പെടുന്ന ആത്മകഥ മല്ലിക സാരാഭായി ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ്. കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ നിലവിലെ CEO ജോർട്ടി എം ചാക്കോ. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? അത് ജാഫർ മാലിക്കാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത്
കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രി പദവികൾ, മുഖ്യമന്ത്രി, അവരുടെ പോർട്ട്ഫോളിയോ, മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ, പ്രതിപക്ഷ നേതാവ്, ഗവർണർ തുടങ്ങിയിട്ടുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഈ രണ്ട് ആളുകളെ ഒന്ന് ഓർത്തു വെക്കുക. നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കണ്ടന്റ് ഉണ്ട്, ഓർമ്മയുണ്ടോ? റിയൽ എക്സിക്യൂട്ടീവ്, നോമിനൽ എക്സിക്യൂട്ടീവ്. ഒരു സംസ്ഥാനത്തിന്റെ, കേരളം എന്ന സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയും നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറുമാണ്. നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരള ഗവർണറായ അതായത് കേരള ഗവർണറാകുന്ന 22ാമത്തെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇനി അടുത്ത ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഡേറ്റ് കഴിഞ്ഞു, നിയമനത്തിന്റെ ആ ഒരു പീരീഡ് ഡേറ്റ് കഴിഞ്ഞു. ഇനി പുതുതായിട്ട് നിലവിൽ ആരാണ് വരുന്നത്, അദ്ദേഹത്തെ നിങ്ങൾ പഠിച്ചു മാറ്റിക്കോണം. അടുത്തത് നിലവിലെ ഈ പറയുന്ന നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കർ, കേരളത്തിന്റെ നിലവിലെ നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കർ PTA റഹീമാണ്. സ്പീക്കറിനെ നിങ്ങൾക്ക് അറിയാം AN ഷംസീറാണ്. ഡെപ്യൂട്ടി സ്പീക്കറിന് നിങ്ങൾക്കറിയാം ചിറ്റയം ഗോപകുമാറാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ? ദെൻ അടുത്തത് നമുക്ക് വേണ്ടത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. കേരള യുവജന കമ്മീഷൻ അധ്യക്ഷന്റെ പേര് പറഞ്ഞേ, അത് M ഷാജർ എന്നാണ്. കേരള യുവജന കമ്മീഷൻ അധ്യക്ഷന്റെ പേര് M ഷാജർ എന്നാണ്. ദെൻ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ, അതായത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ദേശീയ ആസൂത്രണ അല്ലെങ്കിൽ നമ്മൾ പറയും ദേശീയ ആസൂത്രണ കമ്മീഷനും ഉണ്ട്, സംസ്ഥാന ആസൂത്രണ കമ്മീഷനും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ മനസ്സ് വിചാരിക്കും ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്നറിയപ്പെടുന്ന സംവിധാനത്തിന് പകരമായിട്ടല്ലയോ നീതി ആയോഗ് സംവിധാനം നിലവിലുള്ളത്. സമ്മതിച്ചു. പക്ഷെ അവിടെ ഒരു ലോജിക് ഉണ്ട്. സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ദേശീയ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? അത് പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് ആരാണോ മുഖ്യമന്ത്രി അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് വരേണ്ടത്. ഇപ്പം നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ ചോദിച്ചാൽ M ഷാജറാണ്. അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം 40+ പോയിന്റ് ഉള്ള PDF EC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക, വായിച്ചു പോവുക. ഇത് ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പോലും പ്രധാനപ്പെട്ടതാണ്. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്താണ്? ചീഫ് സെക്രട്ടറി, നിലവിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ്. കേരളത്തിലെ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദറാണ്. കേരള ലോകായുക്ത N അനിൽകുമാറാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, വിവരാവകാശ കമ്മീഷണറുണ്ട്. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം ചേർത്ത് നിങ്ങൾ പഠിച്ചു പോകണം. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ PDF നോട്ട് നമ്മൾ ഈ പറയുന്ന ക്ലാസ് ലിങ്കിന് താഴെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കണ്ടന്റിന് ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം പറഞ്ഞത് 2024 നവംബറിലെ പ്രധാനപ്പെട്ട ആനുകാലികം പറഞ്ഞു. അടുത്ത ഏരിയയെ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ, പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ പ്രധാനപ്പെട്ട മാത്രം, ബാക്കിയുള്ളത് നോട്ടിലുണ്ട്, വായിച്ചു പോവുക. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓരോ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്. ഒരു അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആണല്ലോ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. അതിൽ PSC മത്സര പരീക്ഷയിൽ അറിയേണ്ടതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വസ്തുത, ഇത് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ പറയുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ? അത് തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. അത് തന്നെ നിസ്സാരമായിട്ടൊരു മാർക്കിന് ചോദിച്ചൂടെ? സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി കേരള സർക്കാർ മറക്കരുത്, അത് സർക്കാർ, കേരള ഗവൺമെന്റ് തന്നെയാണ് ആ പറഞ്ഞേക്കുന്ന കമ്മീഷനെ നിയമിച്ചത്. അത് വളരെ പ്രസക്തിയുള്ളതാണ്. കേരള സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പേരാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ അധ്യക്ഷ എന്ന് പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് K ഹേമയാണ്. ഇപ്പൊ 3 അംഗങ്ങളുള്ള കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. അതിൽ ഒന്നാമത്തെ, അതായത് അധ്യക്ഷ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് K ഹേമയാണ്. ഇനി മറ്റ് 2 അംഗങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന് ശാരദ, മറ്റൊന്ന് വത്സലകുമാരി. ഈ 3 വ്യക്തികളെ വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിക്കണം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പേര് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്നാണ്. ഓക്കെ, ഇനി ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണ്? ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് 2017 ജൂലൈയിലാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പൊ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 2017 ജൂലൈയിലാണ്.
ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2019 ഡിസംബർ 31. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഹേമ കമ്മിറ്റി 2017 ജൂലൈയിൽ രൂപീകരിക്കുന്നു. ഈ ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന എന്ന 2019 ഡിസംബർ 31. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട തീയതി ഉണ്ട്. ഏതാ? ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആര് പുറത്തുവിടുന്നു? ഗവൺമെന്റ് പുറത്തുവിട്ടത് 2024 ഓഗസ്റ്റ് 19. 3 ചോദ്യം. ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് 2017 ജൂലൈ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന്, കേരള ഗവൺമെന്റിന് സമർപ്പിച്ചത് 2019 ഡിസംബർ 31. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട തീയതി ചോദിച്ചാൽ അത് 2024 ഓഗസ്റ്റ് 19. ക്ലിയർ ആണല്ലോ? അടുത്തത്, മലയാള ചലച്ചിത്ര നടനായ സിദ്ദിഖിന് ഒരു ആത്മകഥയുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വന്ന ഒത്തിരി നടന്മാരുണ്ട്. ആ നടന്മാരുമായി ബന്ധപ്പെട്ടതൊന്നും നമ്മൾ പഠിക്കുന്നില്ല, പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാള ചലച്ചിത്ര നടൻ സിദ്ദിഖിന്റെ ആത്മകഥയുണ്ട്. ഓപ്ഷനായിട്ട് ഈ സിനിമാ ജീവിതം, അഭിനയം അറിയാതെ, സെല്ലുലോയിഡ്, കഥ തുടരുന്നു. ഈ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ആൻസർ അഭിനയം അറിയാതെ. മലയാള ചലച്ചിത്ര നടൻ സിദ്ദിഖിന്റെ ആത്മകഥ അഭിനയം അറിയാതെയാണ്. അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് മലയാള ചലച്ചിത്ര നടൻ സിദ്ദിഖിന്റെ ആത്മകഥയുടെ പേര് അഭിനയം അറിയാതെ എന്നാണ്. ഇനി അവിടെ കേരള ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് എത്തുന്ന സംവിധായകനല്ലാത്ത ആദ്യ വ്യക്തി ആരാണ്? അത് പ്രേംകുമാറാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് എത്തുന്ന സംവിധായകൻ അല്ലാത്ത ആദ്യ വ്യക്തി പ്രേംകുമാറാണ്. അപ്പൊ ഈ പറയുന്ന പ്രേംകുമാറിന് മുമ്പ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഏതാ? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾ വന്ന് അതിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് രഞ്ജിത്ത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഇനി ഒരു വരും ക്ലാസ്സും നമ്മൾ ഹേമ കമ്മിറ്റിയെ മാത്രം എടുത്ത് ഒരു വീഡിയോ നമ്മൾ ചെയ്യും. അതിനകത്ത് ഒരു 10 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ ആയിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ നിയമനങ്ങളാണ് മാറിയത്, ആ പറയുന്ന വ്യക്തികളെ പറ്റിയെല്ലാം, സിദ്ദിഖ് ഉൾപ്പെടെയുള്ള, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച വ്യക്തികളുണ്ടല്ലോ. അപ്പൊ ഈ അമ്മ എന്ന സംഘടന എന്നാണ് നിലവിൽ വന്നത്, പിന്നെ കേരള ചലച്ചിത്ര അക്കാദമി എന്നാണ് നിലവിൽ വന്നത്, അതിന്റെ ആസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഹേമ കമ്മിറ്റിയുടെ ആ ഒരു ടേം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2022, 23, 24 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ചേർത്തുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓക്കെ, ഒന്ന്, ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി കോഴിക്കോട്, മുംബൈ, തിരുവനന്തപുരം. ആൻസർ ആയിട്ട് വരേണ്ടത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ച് ഡിസ്കസ് ചെയ്തങ്ങ് പോവാം. ഒന്നാമത്തത്, ലോകത്തിലെ ആദ്യത്തെ, മറക്കല്ലേ, ലോകത്തിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം അത് ഇംഗ്ലണ്ടാണ്. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്നത് ഇംഗ്ലണ്ടാണ്. ഇനി ഇന്ത്യയിലേക്ക് വരണം. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഓൾ ഇന്ത്യ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടിനെ അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സംസ്ഥാന ഗവൺമെന്റിലും സഹകരണ വകുപ്പുണ്ട്, കേന്ദ്രത്തിലും നിലവിൽ എന്തുണ്ട്? സഹകരണ വകുപ്പുണ്ട്. രണ്ടും രണ്ട് ഉത്തരമാണ്, ഒന്ന് ഓർത്തു വെക്കണം. നമ്മൾ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കണ്ടന്റും ക്ലാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് അത് പറഞ്ഞതാണ്, അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞ കണ്ടന്റിലേക്ക് വരുന്നു. ആ 2 പോയിന്റും ആവർത്തിച്ച് പറയുവാണ്. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി നിലവിൽ VN വാസവനാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പ് ഉണ്ടല്ലോ, കേന്ദ്രത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷയാണ്, അതൊന്ന് ഓർത്തു വെക്കുക. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട്. ഇനി 3 പിതാക്കന്മാരെ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റോബർട്ട് ഓവൻ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരെന്ന് ചോദിക്കും. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ.
കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലൻ. അപ്പൊ ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ്. ഒന്ന് ഓർത്തു വെക്കുക. അതിനുത്തരം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ 3 പിതാക്കന്മാരെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണെന്ന് ഓർത്തു വെക്കണം. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം ഏതാണ്? അത് ഇംഗ്ലണ്ടാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് 2024 ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആര് എന്നാണ് ചോദ്യം. 2024 ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് അലോക് ശുക്ലയാണ്. മഹേന്ദ്ര ചന്ദ്രയല്ല, മഹേഷ് ചന്ദ്രയല്ല, രമേഷ് അഥർവയല്ല, പ്രഫല്ല ചന്ദ്രയല്ല, അലോക് ശുക്ലയാണ് 2024 ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്തത് ഈ പറഞ്ഞ ഗോൾഡ്മാൻ പുരസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഗോൾഡ്മാൻ പുരസ്കാരം. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഗോൾഡ്മാൻ പുരസ്കാരമാണ്. ഛത്തീസ്ഗഡിൽ 5 ലക്ഷം ഏക്കർ വനഭൂമി സംരക്ഷിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് ഈ പറയുന്ന അലോക് ശുക്ല. അതുകൊണ്ടാണ് 2024 ഗോൾഡ്മാൻ പുരസ്കാരം ആർക്ക് കിട്ടിയത്? അലോക് ശുക്ലയ്ക്ക് കിട്ടിയത്. അവ ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഗോൾഡ്മാൻ പുരസ്കാരമാണ്. 2023 നൊബേൽ പുരസ്കാരമുണ്ട്. അതിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2024 നൊബേൽ സമ്മാനത്തിന്റെ മുഴുവൻ കണ്ടന്റുള്ള നോട്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സർക്കാർ സർവീസിലെ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയൊക്കെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്, മെഡിസെപ്പ്. ഈ മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിവാദങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി ആനുകാലിക സംഭവങ്ങൾ വരുന്നുണ്ട്. മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് മെഡിസെപ്പിന്റെ പരിഷ്കരണത്തിന് വേണ്ടി ശ്രീറാം വെങ്കട്ടരാമൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ തന്നെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ മെഡിസെപ്പുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കണം. എന്താ ഈ മെഡിസെപ്പ്? ഒന്നുമില്ല. മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസെപ്പ് എന്നാണ്. 2022 ജൂലൈ 1 മെഡിസെപ്പ് പദ്ധതി നിലവിൽ വരുന്നത്. നടത്തിപ്പ് കരാറ് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഈ മെഡിസെപ്പിന്റെ മേൽനോട്ടം സംസ്ഥാന ധനകാര്യ വകുപ്പാണെന്ന് മാത്രം ഓർക്കുക. നിങ്ങൾ പഠിക്കുന്നതാണ്. കേരളത്തിലെ സംസ്ഥാന ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കണ്ടന്റാണ് ഈ പറയുന്നത്. മെഡിസെപ്പ് നിലവിൽ വന്ന ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2022 ജൂലൈ 1 മെഡിസെപ്പ് നിലവിൽ വരുന്നത്. അടുത്തത് ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചതെന്ന് ഒരു ആനുകാലിക സംഭവമാണല്ലോ. ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചതെന്ന് 4 ഓപ്ഷൻ കൊടുത്തേപ്പുണ്ട്. 4-ൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരമായിട്ട് വന്നാൽ നിങ്ങൾ എന്ത് എഴുതും? 2023 ഒക്ടോബർ 7 ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങളുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഓർത്തു വെക്കണം. ഈ പറഞ്ഞ ഇസ്രയേലും പാലസ്തീനിലെ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. അതിൽ ആരാണ് പ്രധാനപ്പെട്ട ഒരു തലവനായിട്ട് വരുന്നത്, ആ തലവനെയൊക്കെ കൊന്നതായിട്ടുള്ള ആനുകാലിക സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ എടുത്തോളാം. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം സുരേഷ് ഗോപിയാണ്. അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും, ഈ സുരേഷ് ഗോപി മാറിയിട്ടില്ലേ? ഒഫീഷ്യലായി ഇതുവരെ സുരേഷ് ഗോപി മാറിയിട്ടില്ല. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്, സമ്മതിച്ചു. നമുക്ക് വേണ്ടത് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സുരേഷ് ഗോപിയാണ്. ഈ പറയുന്ന സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. പശ്ചിമ ബംഗാളിലാണ് കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് കൊൽക്കത്ത. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. പശ്ചിമ ബംഗാളിലാണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി, അതായത് 2024 ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി 2024 വേദി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി ബാക്കു, ഓപ്ഷൻ സി നെയ്റോബി, ഓപ്ഷൻ ഡി കമ്പാല. ആൻസർ ആയിട്ട് വരേണ്ടത് കമ്പാലയാണ്. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി 2024 ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? അത് കമ്പാലയിലാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ 2024 മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. 2023 18ാമത്
ഏത് ചോദിച്ചാൽ അത് അസർബൈജാനിലെ ബാക്കു എന്നറിയപ്പെടുന്ന സ്ഥലത്താണെന്ന് മാത്രം ഓർക്കുക. ഈ അസർബൈജാനിലെ ബാക്കുവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ കണ്ടന്റുകളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് 2024 അല്ല 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് എന്തിനെയാണ്? 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ എ ഹോം, ഓപ്ഷൻ ബി ഇന്ന് താൻ കേസുകോട്, ഓപ്ഷൻ സി സൗദി വെള്ളക്ക, ഓപ്ഷൻ ഡി ആവാസ വ്യൂഹം. ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം ആൻസർ സൗദി വെള്ളക്കയാണ്. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ അത് സൗദി വെള്ളക്ക. സൗദി വെള്ളക്ക സംവിധാനം ചെയ്ത ആരാണ്? അത് തരുൺ മൂർത്തിയാണ്, ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡ്. അപ്പൊ നമുക്ക് വേണ്ടത് കേരളത്തിൽ ആദ്യമായിട്ട് പെൻ ഫ്രണ്ട് പദ്ധതി, കേരളത്തിൽ ആദ്യമായി പേനാ സൗഹൃദ പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് കാസർഗോഡ്. സുരംഗ കിണർ വളരെ പ്രധാനപ്പെട്ടതാണ്. സുരംഗ കിണറുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് ഇത് കാസർഗോഡ്. അതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ സുരംഗ കിണറുമായി ബന്ധപ്പെട്ട പോയിന്റായ സുരംഗ കിണറുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം അത് കാസർഗോഡാണ്, അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കാസർഗോഡാണ്. കാസർഗോഡ് എന്നറിയപ്പെടുന്ന ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ പറഞ്ഞ പോയിന്റ് കേരളത്തിൽ ആദ്യമായി പേനാ സൗഹൃദ പദ്ധതി എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ പേനകൾ പുനഃചക്രമണത്തിന് വിധേയമാക്കി പുതുതായി നിർമ്മിച്ച് ഈ പറയുന്ന സർക്കാർ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് ഈ പറയുന്ന എന്ത്? പേന സൗഹൃദ പദ്ധതി. സർക്കാർ സ്കൂൾ എന്ന് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക സ്കൂളുകളിൽ ഈ ഒരു പദ്ധതി അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് പേന സൗഹൃദ പദ്ധതി നടപ്പിലാക്കിയ ജില്ല കാസർഗോഡാണ്. അപ്പൊ നിങ്ങൾ മനസ്സ് വിചാരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് വിശപ്പ് രഹിത പദ്ധതി ഉണ്ടല്ലോ. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വിശപ്പ് രഹിത പദ്ധതി ഉണ്ട്. ഓപ്പറേഷൻ സുലൈമാനി എന്നാണ് ആ പദ്ധതിയുടെ പേര്. അത് നടപ്പിലാക്കിയ കേരളത്തിൽ ആദ്യ ജില്ല കോഴിക്കോടാണ്. എല്ലാം കൂടെ തിരിഞ്ഞു പോരുത്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് അത് കാസർഗോഡാണ്. കാസർഗോഡുമായി ബന്ധപ്പെട്ട പോയിന്റ് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അടുത്തത് ഈ പറയുന്ന കാസർഗോഡ് NH-66 ഈ പറഞ്ഞ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 1.12 കിലോമീറ്റർ ആണ്. ഏകദേശം 1.25 കിലോമീറ്റർ എന്ന് പറയുന്നത് തെറ്റില്ല. അപ്പൊ കാസർഗോഡ് ആണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരം ഏത് എന്നാണ് ചോദ്യം. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ഡൽഹിയാണ്. അപ്പൊ അവിടെ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന ഒരു പ്രദേശമുണ്ട്, അത് പാകിസ്ഥാനിലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരം അത് ഡൽഹിയാണ്. പഴയ കാലത്ത് ദില്ലിക എന്നും ന്യൂഡൽഹി പുതിയ പേരാണ്, ദില്ലിക എന്നറിയപ്പെട്ട ഇന്ത്യയിലെ ഭൂപ്രദേശം ഡൽഹിയാണല്ലോ. ഓക്കെ, ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെട്ട ഇന്ത്യൻ ഭൂപ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. അപ്പൊ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് കറണ്ട് അഫയർ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പുതിയൊരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ഉള്ളത് തൃശ്ശൂരാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. പിന്നെ രണ്ടാം സ്ഥാനം ഉണ്ടേതാ? ഈ പറയുന്ന നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ആദ്യ നഗരം ഡൽഹിയാണ്. രണ്ടാം സ്ഥാനമാണ് ഫരീദാബാദിന്, ഹരിയാനയിലെ ഫരീദാബാദിനുള്ളത്. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിനാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഏത് പേയ്മെന്റ് സർവീസാണ് ഇന്ത്യയിൽ ആദ്യത്തെ UPI ATM ആരംഭിച്ചത്? ഏത് പേയ്മെന്റ് സർവീസാണ് ഇന്ത്യയിൽ ആദ്യത്തെ UPI ATM ആരംഭിച്ചത് എന്നാണ് ചോദ്യം. അപ്പം ഈ ATM-നെ അങ്ങ് സ്ട്രൈക്ക് ചെയ്യണം. എന്നിട്ട് ATM-മായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒന്ന്, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണല്ലോ ATM-ന്റെ പൂർണ്ണരൂപം. ജീവനക്കാരനില്ലാത്ത ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്?
കഴിഞ്ഞ മത്സര പരീക്ഷകൾക്ക് ചോദ്യമായി കേരള PSC കൊടുത്ത ഒരു ആൻസർ കീയാണ് ഞാൻ ഈ പറയുന്നത്. ജീവനക്കാരനില്ലാത്ത ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? അത് ATM ആണ്. അപ്പൊ ചില ആളുകൾ മനസ്സ് വിചാരിക്കും, ഇപ്പൊ ATMന്റെ ഫ്രണ്ടിൽ ഈ പറയുന്ന സെക്യൂരിറ്റി ഇല്ലയോ, അപ്പൊ ജീവനക്കാരനുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം വാങ്ങുകയും പണം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് ആണല്ലോ. അപ്പൊ അതിനിടയിൽ ഈ പറയുന്ന നമ്മൾ ATM കാർഡ് ഇടുന്നു, ആ മെഷീനിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുന്നു, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പണം സ്വീകരിക്കുന്നു, നമ്മൾ പണം ഉപയോഗിക്കുന്നു, മാറിപ്പോകുന്നു. അപ്പൊ ആ ഒരു പണത്തിന്റെ കൈമാറ്റം തീർന്നു. അപ്പൊ ചില ആളുകൾ വെറൈറ്റി ആയിട്ട് ചിന്തിക്കും, ആ CCTV വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു ജീവനക്കാരനല്ലയോ? ഈ പറയുന്ന ATMന്റെ CCTV അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസിംഗ് ഒക്കെ ഒരാളല്ലയോ? പുള്ളിക്ക് ഈ ജീവനക്കാരനല്ലയോ? ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള PSC കൊടുത്തേക്കുന്ന ആൻസർ കീ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജീവനക്കാരില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ജീവനക്കാരില്ലാത്ത ബാങ്ക് എന്നറിയപ്പെടുന്നത് ATM ആണ്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നു. ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസസ് ആണ് ഏത്? ഇന്ത്യയിൽ ആദ്യത്തെ UPI ATM ആരംഭിച്ചത് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ്. ഇത് NPCIയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ഇത് ആരംഭിക്കുന്നത്. ഈ ചോദ്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി പറയുന്നത്, ബ്രിക്സ് ഉച്ചകോടി. നിങ്ങൾ നോക്കിയാൽ മതി, ഏത് പരീക്ഷാ ചോദ്യം എടുത്തോ അതിനകത്തെല്ലാം ഉച്ചകോടികൾ, അല്ലെങ്കിൽ പറയുന്ന ബ്രിക്സ് ഉച്ചകോടി, G20 അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉച്ചകോടികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി അത് ബ്രസീലാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കിട്ടി. 2025 ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടി വേദി ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. ഓക്കെ, ബ്രിക്സുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അംഗരാജ്യങ്ങൾ 10 രാജ്യങ്ങളാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അംഗരാജ്യങ്ങൾ, ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യ സമയത്ത് ഈ പറയുന്ന 5 രാജ്യങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ സമയത്ത് B എന്ന് പറഞ്ഞാൽ ബ്രിക്സിൽ ഓരോത്തിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ B ബ്രസീലാണ്, 6 റഷ്യയാണ്, I ഇന്ത്യയാണ്, C ചൈനയാണ്, S സൗത്ത് ആഫ്രിക്കയാണ്. ഇങ്ങനെ 1, 2, 3, 4, 5 രാജ്യങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അവസാനമായിട്ട് ഈ പറഞ്ഞ ഇറാൻ അംഗമാകും, സൗദി അംഗമാകും, UAE അംഗമാകും, ഈജിപ്റ്റ് അംഗമാകും, എത്യോപ്യ അംഗമാകും. അങ്ങനെ ഇപ്പം നിലവിൽ മൊത്തം എത്ര രാജ്യങ്ങളാണ് ബ്രിക്സിൽ അംഗരാജ്യങ്ങൾ? 10 രാജ്യങ്ങളാണെന്ന് ഓർത്തു വെക്കണം. ഈ ബ്രിക്സ് രൂപീകൃതമായത് 2009 ജൂൺ 16 ബ്രിക്സ് രൂപീകൃതമായത്. ഇത്രയും ഡെപ്തിൽ കണ്ടന്റ് പറയുന്നത് കേരള PSC പരീക്ഷ ഇപ്പോഴത്തെ പ്രസ്താവന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് താഴെ പറയുന്നതിൽ ബ്രിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾ എഴുതണം. അതിനുവേണ്ടിയാണ് ഈ കണ്ടന്റുകളെല്ലാം പറഞ്ഞു തരുന്നത്. ഇപ്പൊ ബ്രിക്സിൽ അംഗരാജ്യങ്ങൾ 10 രാജ്യങ്ങളാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇതാണ് ബ്രിക്സുമായി ബന്ധപ്പെട്ട് രൂപീകരണ സമയത്ത് ഉണ്ടായ രാജ്യങ്ങൾ. പിന്നീട് അവസാനമായിട്ട് 5 രാജ്യങ്ങൾ വരുന്നു. അതിൽ ഇറാൻ വരും, സൗദി വരും, UAE വരും, ഈജിപ്റ്റ് വരും, എത്യോപ്യ വരും. ദെൻ ബ്രിക്സ് രൂപീകൃതമായത് 2009 ജൂൺ 16 മാത്രം ഓർക്കുക. അടുത്തത്, കൂവേമ്പു എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഈ കഴിഞ്ഞ LP UP പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏതെന്ന് അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഉത്കൽ എയർപോർട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? എന്ന് വെച്ചാൽ കലിംഗമെന്നും ഉത്കലമെന്നും ഒക്കെ അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കലിംഗം എന്നും ഉത്കലം എന്നൊക്കെ അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. അവിടെ തന്നെയാണ് ഈ ഉത്കൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ, കൂവേമ്പു എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? കൂവേമ്പു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് കർണാടകയിലാണ് കൂവേമ്പു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന. എവിടെയാ? കർണാടക. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കർണാടകയിലെ ശിവമോഗ എയർപോർട്ട് ഉണ്ടല്ലോ, കർണാടകയിലെ ശിവമോഗ എയർപോർട്ടിന്റെ പുതിയ പേരാണ് കൂവേമ്പു എയർപോർട്ട്. അപ്പൊ പുതിയ പേരുകൾ എന്നും പറഞ്ഞൊരു കാറ്റഗറി ആനുകാലികത്തിലുണ്ട്. പുതിയ നാമധേയം, പുതിയ സ്ഥലങ്ങൾക്ക് പുതിയ പേര്, പുതിയ സ്റ്റേഷനുകൾക്ക് പുതിയ പേര്, അല്ലെങ്കിൽ പുതിയ എയർപോർട്ടുകൾക്ക്, പുതിയ എയർപോർട്ട് എന്നല്ല പഴയ എയർപോർട്ടുകൾക്ക് പുതിയ പേരൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. കർണാടക സംസ്ഥാനത്തെ ശിവമോഗ എയർപോർട്ടിന്റെ പുതിയ പേരാണ് ഏത്? കൂവേമ്പു എയർപോർട്ട്. അപ്പൊ കൂവേമ്പു എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ജസ്റ്റിസ് ഫോർ നെഹേൽ എന്ന ജനകീയ പ്രക്ഷോഭം നടന്ന രാജ്യമേത് എന്നാണ് ചോദ്യം.
ജസ്റ്റിസ് ഫോർ നഹേൽ എന്ന ജനകീയ പ്രക്ഷോഭം നടന്ന രാജ്യം അത് ഫ്രാൻസ് ആണ്. അപ്പൊ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയൊക്കെ പഠിക്കത്തില്ലേ? സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും സ്വാതന്ത്ര്യ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഓരോ സംവിധാനത്തെ പറ്റി പഠിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരങ്ങളെ പറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയൊക്കെ പഠിക്കും. അപ്പം ജസ്റ്റിസ് ഫോർ നഹേൽ എന്ന ജനകീയ പ്രക്ഷോഭം നടന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞതാരാ? അത് മെറ്റേർണിക് ആണ്. അങ്ങനെ ഒത്തിരി സ്കൂൾ ടെക്സ്റ്റ്, SCERT സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഇന്ത്യയാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. ഫൈനല് ഇന്ത്യ ആരെ പരാജയപ്പെടുത്തുന്നു? ശ്രീലങ്കയെ പരാജയപ്പെടുത്തുന്നു. 8ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത്, അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഇറാഖ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓപ്ഷനിൽ എന്ത് കൊടുത്തിട്ടില്ല? ഈ പറയുന്ന കണ്ടന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞതിൽ 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസ്സാക്കിയ രാജ്യം, ഈ 4 ഓപ്ഷനിൽ ഓപ്ഷനില്ല. ആൻസർ ആയിട്ട് വരേണ്ടത് ഇംഗ്ലണ്ടാണ്. സോറി, ഇറാഖാണ്. ഇംഗ്ലണ്ട് അല്ല, ഇറാഖാണ് ഉത്തരമായിട്ട് വരേണ്ടത്, അതൊന്ന് ഓർത്തു വെക്കുക. ഇറാഖാണ്. ഇതിനകത്ത് ഓപ്ഷനിൽ ഇസ്രയേൽ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നേ ഉള്ളൂ. ഇവിടെ ഇസ്രയേലിന് പകരം ഇറാഖ് എന്നായിരുന്നു എഴുതേണ്ടത്, അതൊന്ന് തിരുത്തി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ. അപ്പോൾ നമുക്കറിയാം നിലവിലെ ഇറാഖുമായി ബന്ധപ്പെട്ട് ഇറാഖിലെ പ്രസിഡന്റ് നിലവിലുണ്ട്. അബ്ദുൽ ലത്തീഫ് റഷീദ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് രമൺ മാഗ്സസെ പുരസ്കാരം. നമ്മൾ ഈ പുരസ്കാരങ്ങളെന്ന് അറിയപ്പെടുന്ന ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ സംസ്ഥാന പുരസ്കാരങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, കേന്ദ്ര പുരസ്കാരങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതിനേലൊക്കെ ഉപരി പ്രധാനപ്പെട്ട മറ്റു സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടും ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പുരസ്കാരങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ 2023 രമൺ മാഗ്സസെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് 2023 4 വ്യക്തികൾക്കാണ്, 4 ആളുകൾക്കാണ് എന്ത് കിട്ടിയത്? 4 വ്യക്തികൾക്കാണ് രമൺ മാഗ്സസെ പുരസ്കാരം ലഭിക്കുന്നത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 4 ആളുകൾക്ക് രമൺ മാഗ്സസെ പുരസ്കാരം കിട്ടുന്നു. അതിൽ ഇന്ത്യക്കാരനായ വ്യക്തിയുടെ പേര് ഡോക്ടർ രവി കണ്ണനാണ്. ദെൻ കോർവി രക്ഷന്ത് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശുകാരൻ, യുജേനിയ ലെമോസ് എന്നറിയപ്പെടുന്ന തിമൂറുകാരൻ, ദെൻ മിറിയം കോർണർ ഫെറർ എന്നറിയപ്പെടുന്ന ഫിലിപ്പൈൻസിലെ വനിത കൂടി ഇതിനകത്തുണ്ട്. അവർ 2023 രമൺ മാഗ്സസെ പുരസ്കാരം എത്ര പേർക്കാണ് ലഭിച്ചത്? 4 വ്യക്തികൾക്കാണ് ലഭിച്ചത് എന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് ഈ 2023 65ാമത് രമൺ മാഗ്സസെ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്, അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഈ ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന സമ്മാനമാണ്, ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന സമ്മാനമാണ് ഇത് രമൺ മാഗ്സസെ പുരസ്കാരം, അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് തുടർച്ചയായിട്ട് ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഐസ്ലൻഡ്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ആൻസർ ആയിട്ട് വരേണ്ടത് ഐസ്ലൻഡ് ആണ്. തുടർച്ചയായിട്ട് ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഐസ്ലൻഡ് ആണ്, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ദെൻ വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാൻ ആകില്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതികളുടെ നിരീക്ഷണങ്ങൾ, സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ചോദ്യപേപ്പറിൽ പരീക്ഷയിൽ ചോദ്യമായി വരാറുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്: വാഹനാപകടത്തിൽ, ഇപ്പൊ ഞാനോ നിങ്ങളെ വാഹനാപകടത്തിൽ പരിക്കേൽക്കുകയാണെങ്കിൽ മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്നൊരു കാരണം പറഞ്ഞ് നഷ്ടപരിഹാരം ഒരിടത്തും നിഷേധിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി അത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. അവിടെ 2024 ഫെബ്രുവരി 2024 ഈ വർഷം ഫെബ്രുവരിയിലെ ഒരു കണക്കുണ്ടായിരുന്നു. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായി തമിഴ്നാടിനെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരു പ്രഖ്യാപനം നടക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ്. അപ്പൊ കേരള ഹൈക്കോടതിക്ക് പ്രത്യേകത ഉണ്ടെന്നാണ്, കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ആപ്പ് വികസിപ്പിച്ചെടുത്ത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്.
ഓക്കെ, അടുത്തത് ലോകത്തിൽ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ജെറാൾഡ് ആർ ഫോർഡ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ. ഓക്കെ, ഇവിടെ എന്താ ഈ പറയുന്ന ഈ ജെറാൾഡ് ആർ ഫോർഡിന് പ്രത്യേകതയുണ്ട്. US നാവികസേനയുടെ വിമാനവാഹിനി, മറക്കല്ല, US നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിന്റെ പേരാണ് ഏത്? ഈ പറയുന്ന ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ഈ പറഞ്ഞ ജെറാൾഡ് ആർ ഫോർഡിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഉണ്ടല്ലോ, ആ സമയത്ത് ഇസ്രയേലിന് സൈനിക പിന്തുണ നൽകിയ US-ന്റെ യുദ്ധക്കപ്പലിന്റെ പേര് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? ഈ ജെറാൾഡ് ആർ ഫോർഡ് തന്നെ. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 2024 20 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏത് എന്നാണ് ചോദ്യം. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ മൈസൂർ ഖേദ, ഓപ്ഷൻ ബി നായർ സ്ത്രീ, ഓപ്ഷൻ സി മോഹിനി, ഓപ്ഷൻ ഡി സീതാ സ്വയംവരം. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി മോഹിനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുവാണ്. രാജാ രവിവർമ്മ ഫൈൻ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ്. ആൻസർ ആയിട്ട് വരേണ്ടത് മാവേലിക്കരയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ 2024 20 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രം മോഹിനിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അതായത് മോഹിനി എന്ന് പറയുമ്പം കാമുകന്റെ വരവും പ്രതീക്ഷിച്ച് ഊഞ്ഞാലാടുന്ന ഒരു യുവതിയുടെ ചിത്രമാണ് ഈ മോഹിനി എന്ന് പറയുന്നത്. അതൊന്നും മത്സര പരീക്ഷയ്ക്ക് ചോദ്യമായി വരുന്നില്ല, എക്സ്പ്ലനേഷൻ ഒന്നും. എന്നിരുന്നാലും പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് മാവേലിക്കരയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ആനുകാലികമാണ് ഈ പറയുന്ന ഏരിയകളൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഇതൊക്കെ എവിടൊക്കെയാണെന്ന് ചോദിക്കും. ഒന്ന്, അഘനാശിനി അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ആണ് ഞാൻ പറയുന്നത്. അഘനാശിനി അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ലോങ്വുഡ് ഷോല റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിലാണ്. അപ്പൊ അഘനാശിനി അഴിമുഖം കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ലോങ്വുഡ് ഷോല റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിലാണ്. കാളിലേശ്വർ, മറക്കല്ലേ, കള്ളേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന, സോൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒഡീഷ. ഉത്കലം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. ഈ പറയുന്ന യുനെസ്കോയും ഒഡീഷ ഗവൺമെന്റും സംയുക്തമായിട്ടാണ് കലിംഗ പീസ് പ്രൈസ് നൽകുന്നത്. അപ്പൊ അതൊക്കെ കൊടുക്കുന്നത് ഒഡീഷയാണല്ലോ. ഉത്കൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയാണ്. ഒഡീഷ തീരം എന്നറിയപ്പെടുന്ന ഒരു തീരം തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കും. അപ്പൊ കളിലേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അടുത്തത് റാല മണ്ഡൽ ഫോസിൽ മ്യൂസിയം, പറയല്ലേ, റാല മണ്ഡൽ ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ അഘനാശിനി അഴിമുഖം കർണാടക. ഇതിനൊക്കെ ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ഉണ്ട്. വരും ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ ഓരോ പ്രത്യേകതകൾ നമ്മൾ പറയും. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യതകളാണ് പറഞ്ഞു തരുന്നത്. അഘനാശിനി അഴിമുഖം കർണാടക, ലോങ്വുഡ് ഷോല റിസർവ് വനം തമിഴ്നാട്, കളിലേശ്വർ ക്ഷേത്രം ഒഡീഷ, റാല മണ്ഡൽ ഫോസിൽ മ്യൂസിയം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യമായി ചന്ദ്രന്റെ HD അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തേപ്പുണ്ട് ജപ്പാൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി റഷ്യ. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ചൈനയാണ് എന്ന് മാത്രം ഓർക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മത്സര പരീക്ഷയിൽ ചൈനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടല്ലോ. മത്സര പരീക്ഷ ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണ് ആർക്കുള്ളത്? ചൈനയ്ക്കുള്ളത്. 1ാം സ്ഥാനം ആർക്കാണ്? അത് ഇന്ത്യക്കാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അവിടെ പ്രധാനമായിട്ടൊരു ക്രീപ്പ് എന്നറിയപ്പെടുന്ന ഒരു രാസ സംയുക്തം ഒന്ന് ഓർത്തു വെക്കണം. ആദ്യമായിട്ട് ചന്ദ്രന്റെ HD അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം അത് ചൈനയാണെന്ന് ഓർത്തു വെക്കണം. അതിനോടൊപ്പം തന്നെ ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയമായിട്ടുള്ള ഒരു രാസ സംയുക്തമുണ്ട്. അതിന്റെ പേര് ക്രീപ്പ് എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് കേരളമാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ, കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ചത് അത് കേരളമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അതിനുത്തരം കേരളമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി വയനാട് ജില്ലയിലെ മീനങ്ങാടി എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
വയൽനാട് എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രദേശമാണല്ലോ വയനാട് എന്നറിയപ്പെടുന്നത്. വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് പ്രഥമ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലെ മീനങ്ങാടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെ വയനാട് കലാപവുമായി ബന്ധപ്പെട്ട്, വയനാട് കലാപമല്ല കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് കേരള PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ചോദ്യമുണ്ട്. വെട്ടിച്ചുട്ട് കലാപം, ഒന്ന് ഓർത്തു വെക്കണേ. വെട്ടിച്ചുട്ട് കലാപം എന്നറിയപ്പെടുന്ന കലാപം ഏതാണ്? അത് ഈ പറയുന്ന കുറിച്യർ കലാപമാണ്. അതിന്റെ മറ്റൊരു പേരാണ്. ഇനി വയനാടുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വയനാട്, ഇടുക്കി 2 ജില്ലയിൽ നടന്ന ഒരു അടിമ സമ്പ്രദായമുണ്ട്. ആ അടിമ സമ്പ്രദായത്തിന്റെ പേര് വല്ലിപ്പണി എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. കേരള ഹിസ്റ്ററി ടോപ്പിക് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത് എടുത്തോളാം. ഓക്കെ, അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മത്സര പരീക്ഷയിൽ ഈ പറയുന്ന US ഓപ്പൺ ടെന്നീസ്, ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഈ ഒരു കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയ ചോദിക്കാറുണ്ട് അല്ലെ. ടെന്നീസ് മേഖലയുമായി ബന്ധപ്പെട്ട് US ഓപ്പൺ ടെന്നീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ് ജാനിക് സിന്നറാണ്. ഇറ്റാലിയൻ കളിക്കാരനായ ജാനിക് സിന്നറാണ് 2024 US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ്. ഇനി US ഓപ്പൺ ടെന്നീസ് 2024 വനിതാ സിംഗിൾസിലെ ജേതാവ് ആര്യാന സബലങ്കയാണ്. ബെലാറസ് കളിക്കാരിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. US ഓപ്പൺ ടെന്നീസ് ഓർത്തു വെക്കണം. ഇതിനോടൊപ്പം തന്നെയുള്ള കണ്ടന്റ് മറക്കരുത്. US ഓപ്പൺ ടെന്നീസ് 2024 പുരുഷ സിംഗിൾസും ഉണ്ട്, വനിതാ സിംഗിൾസും ഉണ്ട്. ഇനി US ഓപ്പൺ ടെന്നീസ് 2023 പുരുഷ സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. US ഓപ്പൺ ടെന്നീസ് 2023 വനിതാ സിംഗിൾസ് ജേതാവ് കോക്കോ ഗൂഫ് ആണ്. അമേരിക്കക്കാരിയായ കോക്കോ ഗൂഫ് ആണ്. ഈ കോക്കോ ഗൂഫിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. കോക്കോ ഗൂഫിന്റെ ആദ്യ കിരീടമാണ് 2023 US ഓപ്പൺ ടെന്നീസ്. അത് മറക്കരുത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭൂകമ്പ മുന്നറിയിപ്പ് ആരംഭിക്കാൻ പോകുന്ന കമ്പനി ഏതാണ്? ഇന്ത്യയിൽ ഭൂകമ്പ മുന്നറിയിപ്പ് ആരംഭിക്കാൻ പോകുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേര് ഗൂഗിൾ എന്നാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗൂഗിളുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയർ ഉണ്ട്, അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നമുക്ക് വേണ്ടത് ഇന്ത്യയിൽ ഭൂകമ്പ മുന്നറിയിപ്പ് ആരംഭിക്കാൻ പോകുന്ന കമ്പനി അത് ഗൂഗിൾ ആണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഗൂഗിൾ ആണ്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ AI എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയാണ് കൃത്രിം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്. മറക്കല്ലേ. ChatGPTക്ക് ബദലായിട്ടുള്ള ഇന്ത്യൻ ചാറ്റ് ബോട്ടിന്റെ പേരാണ് കൃത്രിം. കൃത്രിം വികസിപ്പിച്ചത് ഓലയാണ്. രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിന്റെ പേര് കൃത്രിം എന്നാണ്. ഈ കൃത്രിം ഫൗണ്ടറും ഓലയുടെ കമ്പനി CEOയുമായിട്ടുള്ള വ്യക്തിയാണ് ഭവേഷ് അഗർവാൾ. അത്രയും കാര്യങ്ങൾ ഒന്നോർത്തു വെക്കണം. അപ്പൊ ചില ആളുകൾ മനസ്സ് വിചാരിക്കും ഇത് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഇതുമായി ബന്ധപ്പെട്ട AI എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം 60+ കണ്ടന്റ് ഉള്ള ഒരു PDF നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, അതിന് PDF-ന് ലിങ്ക് ഒന്നുമില്ല. ടെലഗ്രാം കൂട്ടായ്മയിൽ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതിൽ ഈ പറഞ്ഞ നോട്ട്സുകളെല്ലാം ഉണ്ട്, മറക്കരുത്. ഓക്കെ, അടുത്തത് ലോക വനദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കി ഏതെങ്കിലുമൊക്കെ പരീക്ഷാ ചോദ്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തോ? അതിനകത്തെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ദിനത്തിന്റെ പ്രമേയം ചോദിക്കാറുണ്ട്. അപ്പൊ 2024 ആയിരിക്കാം, 2023 ആയിരിക്കാം. അപ്പൊ അങ്ങനെ ലോക വനദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്, ലോക വനദിനം എന്നാണ് നമുക്ക് എല്ലാവർക്കറിയാം, മാർച്ച് 21 ലോക വനദിനം. ലോക ജലദിനം മാർച്ച് 22. അപ്പൊ മാർച്ച് 21 ലോക വനദിനം. 2024 ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. അപ്പൊ ചില ആളുകൾ കരുതും LGS പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ഇംഗ്ലീഷ് വരുമോ? അപ്പൊ ഇംഗ്ലീഷ് വരുന്നത് ഇംഗ്ലീഷിലെ ടേമുകൾ അല്ലെങ്കിൽ വാക്ക് തന്നെയാണ്. എന്തായിട്ട് ഒരു മംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടേം പോലെ കേരള PSC ഇപ്പോഴും ചോദിക്കുന്നത്. ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ എന്നറിയപ്പെടുന്നത് 2024 ലോക വനദിനത്തിന്റെ പ്രമേയമാണ്. 2023 ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നായിരുന്നു. അപ്പൊ ലോക വനദിനം എന്ന മാർച്ച് 21 ലോക വനദിനത്തിന്റെ പ്രമേയം. 2 വർഷത്തെ ഓർത്തു വെക്കണം. 2023 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നാണ്. 2024 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണെന്ന് മാത്രം ഓർക്കുക. അടുത്തത്, ഇൻഫോസിസിന്റെ അംബാസഡറായി നിയമിതനായ ടെന്നീസ് താരം ഏതാണ്? നിങ്ങൾ നോക്കിയാൽ മതി. പരീക്ഷകളിൽ
ഏതെങ്കിലും കമ്പനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട അംബാസിഡർ എന്നും പറഞ്ഞ രീതി കാണുമല്ലോ. അപ്പൊ ഇൻഫോസിസിന്റെ അംബാസിഡറായി നിയമിതനായ ടെന്നീസ് താരത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായി നിങ്ങൾക്ക് എഴുതേണ്ടത് അത് റാഫേൽ നദാലാണ്. ഇൻഫോസിസ് അംബാസിഡർ ആയിട്ട് നിയമിതനായ ടെന്നീസ് താരം ആരാണ്? റാഫേൽ നദാലാണ്. അപ്പൊ ഇൻഫോസിസ് എന്നാ ഫോം ചെയ്തത്? ഇൻഫോസിസ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന കമ്പനി ഫോം ചെയ്യണമല്ലോ 1981 ഇൻഫോസിസ് ഫോം ചെയ്തത്. 1981. ഈ ഇൻഫോസിസിന്റെ സ്ഥാപകൻ ആരാ? നിങ്ങൾ തന്നെ പറ. ഇൻഫോസിസിന്റെ സ്ഥാപകൻ NR നാരായണ മൂർത്തിയാണ് ഇൻഫോസിസിന്റെ സ്ഥാപകൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഈ പറയുന്ന ഇൻഫോസിസിന് നിലവിലൊരു ചെയർമാൻ ഉണ്ട്. നിലവിലെ ചെയർമാൻ നന്ദൻ നീലേക്കനിയാണ്. നിലവിലെ CEO ചോദിച്ചാൽ സലീൽ പരേഖ. അപ്പൊ ഇൻഫോസിസ് സ്ഥാപിതമായതെന്ന 1981 സ്ഥാപകൻ NR നാരായണമൂർത്തിയാണ്. നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നന്ദൻ നീലേക്കനിയാണ്. നിലവിലെ CEO ചോദിച്ചാൽ അത് സലീൽ പരേഖ. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2024 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദ്യം. 2024 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തപ്പോൾ 127, ഓപ്ഷൻ ബി കൊടുത്തപ്പോൾ 129, ഓപ്ഷൻ സി 83, ഓപ്ഷൻ ഡി 63. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന് ഉത്തരം ഏതാവാൻ സാധ്യത? അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും 127 അല്ലയോ? ഉത്തരം തെറ്റാണ്. 2023 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 127. ഞാൻ ചോദിച്ച ചോദ്യം എന്തുവാ? 2024. അപ്പൊ 2024 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 129. ഒന്ന് ഓർത്തു വെക്കണം, 129 2024 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പൊ 127 സ്ഥാനം എന്ന 2023 എന്ത്? 127 സ്ഥാനം. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, പരീക്ഷയിൽ ഇന്ന ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ആര് എന്നൊരു ക്വസ്റ്റ്യനിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. അപ്പൊ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ 2024 കേസ് നമ്മൾ പറഞ്ഞു. 2023 എന്ത്? ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 127 മാത്രം ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദെൻ ഈ പറഞ്ഞ 2024 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ചോദിച്ചാൽ അത് ഐസ്ലൻഡ് ആണ്. 2024 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 129. 2024. 2023 ചോദിക്കുവാണെങ്കിൽ 2023 ഇന്ത്യയുടെ സ്ഥാനം 127. അവിടെ 1ാം സ്ഥാനം ആര് തന്നെ? ഐസ്ലൻഡുകാരനാണ്. മാറ്റമില്ല, അന്ന് ഓർത്തു വെക്കുക. ദെൻ ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ വേൾഡ് എക്കണോമിക് ഫോറമാണ്. രണ്ടും കൊടുത്തേ പോണ്ട്, മറക്കരുത്. അടുത്തത് ഇന്ത്യയുടെ ORS ലായനിയുടെ പിതാവ്. ഈ ഇതൊരു വെറൈറ്റി ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2022 ഇദ്ദേഹം മരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ചോദ്യമായി വന്നാൽ ഈ വിയോഗങ്ങളൊക്കെ പഠിക്കുന്നത് ഇങ്ങനൊരു ഏരിയയുടെ ഒരു ഗുണത്തിന് വേണ്ടിയാണെന്ന് മാത്രം ഓർക്കുക. ഇന്ത്യയുടെ ORS ലായനിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ദിലീപ് മഹലനോബിസ് ആണ് ആൻസർ. ഞാൻ ഈ 4 ഓപ്ഷൻ വായിക്കാത്തത് ഈ ചില ആളുകൾ ഇത് കേട്ട് പഠിക്കുന്നവർ കാണും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഓപ്ഷൻ വായിക്കാതെ ആൻസർ റിലേറ്റഡ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നത്. ദിലീപ് മഹലനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം 2022 മരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 2023 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിക്കുന്നുണ്ട്. 2022 മരിച്ചു ദിലീപ് മഹലനോബിസ്. അദ്ദേഹത്തിന്റെ മരണാനന്തര ബഹുമതിയായിട്ട് 2023 പത്മവിഭൂഷൺ ലഭിച്ചു. ഇന്ത്യയുടെ ORS ലായനിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിലീപ് മഹലനോബിസ് ആണ്. ഒന്ന് ഓർത്തു വെക്കുക. ദിലീപ് മഹലനോബിസ് അന്തരിച്ചത് 2022 ഒക്ടോബർ 16. 2023 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിക്കുന്നു. ദിലീപ് മഹലനോബിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് PC മഹലനോബിസ് എന്നല്ല. PC മഹലനോബിസിന്റെ പ്രത്യേകത ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് PC മഹലനോബിസ്. അത് വേറെ, ഇത് വേറെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. വിനാശകരമായ ആണവായുധങ്ങൾ എന്ന് ബഹിരാകാശത്ത് വിന്യസിക്കുന്നത് തടയണം എന്ന് ആവശ്യപ്പെട്ട UN പ്രമേയം വീറ്റോ ചെയ്തത് ആരാണ്? ഏത് രാജ്യമാണ് വിനാശകരമായ ആണവായുധങ്ങൾ ബഹിരാകാശത്ത് വിന്യസിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UN പ്രമേയം വീറ്റോ ചെയ്തത് ഏത് രാജ്യമെന്നാണ് ചോദ്യം.
ഉത്തരം റഷ്യയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് കണ്ടന്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആന്റോണിയോ ഗുട്ടറസിനെ മറക്കരുത്. UN സെക്രട്ടറി ജനറൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ ഈ പ്രമേയം അവതരിപ്പിച്ചത് ജപ്പാനും US ചേർന്നാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ പറയുന്ന എന്ത് പ്രമേയം? ഈ വിനാശകരമായിട്ടുള്ള ആണവായുധങ്ങൾ ബഹിരാകാശത്ത് വിന്യസിക്കുന്നു. ആ വിന്യസിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് അതിനെതിരെ വീറ്റോ ചെയ്തതാരാണ്? അത് റഷ്യയാണ്. ഒന്ന് ഓർത്തു വെക്കുക. UNO നിലവിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1945 ഒക്ടോബർ 24 UN ദിനം എന്നാണ് ചോദിച്ചാൽ അത് ഒക്ടോബർ 24 ഓർത്തു വെക്കണം. UN ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, കടലാസ് വിദ്യ എന്ന കവിത എഴുതിയത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. കടലാസ് വിദ്യ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് NG ഉണ്ണികൃഷ്ണനാണ്. അപ്പൊ ഈ കടലാസ് വിദ്യ എന്ന് പറഞ്ഞ കവിതയുമായി ബന്ധപ്പെട്ട് ഇത് എഴുതിയ NG ഉണ്ണികൃഷ്ണന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന്റെ പ്രത്യേകത 2022, മറക്കല്ലേ, 2022 വളരെ പ്രധാനപ്പെട്ടതാണ്. NG ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രത്യേകത 2022 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കവിതയ്ക്കുള്ള 2022 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് NG ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൃതി അല്ലെങ്കിൽ കവിതയാണ് എന്ത്? കടലാസ് വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് വേണ്ട മറ്റൊരു ചോദ്യം ഉണ്ട്. അൻവർ അലി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, അൻവർ അലി 2021 പ്രധാനപ്പെട്ട കണ്ടന്റാണ്. 2021 പോയിന്റാണ്, ഒന്ന് ഓർത്തു വെക്കുക. 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം 2021 ലഭിച്ചത് അൻവർ അലി എന്നറിയപ്പെടുന്ന വ്യക്തിക്കാണ്. അദ്ദേഹത്തിന്റെ കവിതയുടെ പേര് മെഹബൂബ് എക്സ്പ്രസ് എന്നാണ്. അത് ഓർത്തു വെക്കുക. അപ്പൊ കടലാസ് വിദ്യ എന്നറിയപ്പെടുന്ന കവിത എഴുതിയത് ആരാണ്? അത് NG ഉണ്ണികൃഷ്ണനാണ്. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് NG ഉണ്ണികൃഷ്ണൻ. 2021 ഏറ്റവും മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അൻവർ അലിക്കാണ്. കവിത മെഹബൂബ് എക്സ്പ്രസ് ആണ്. അത് ഓർത്തു വെക്കണേ. അടുത്തത് 2024 നിങ്ങൾ നോക്കിയാൽ മതി. കേരള PSC മത്സര പരീക്ഷയിൽ അംബാസിഡർമാരെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ അത് ഉസൈൻ ബോൾട്ട് ആണ്. ജമൈക്കൻ താരമായ ഉസൈൻ ബോൾട്ട് ആണ്. ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്നത് സർവ്വസുഗന്ധിയാണ്. അത് അവിടെ നിൽക്കട്ടെ. 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരാണ്? ഉസൈൻ ബോൾട്ട് ആണ്. 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡർമാർ ക്രിസ് ഗെയിൽ ഉണ്ട്, യുവരാജ് സിംഗ് ഉണ്ട്, ഉസൈൻ ബോൾട്ട് ഉണ്ട്. 3 പേരാണ് 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡർമാർ. അതിൽ ഈ പറയുന്ന ഓപ്ഷനിൽ ആരേ ഉള്ളൂ? ഉസൈൻ ബോൾട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ്, ഉസൈൻ ബോൾട്ട്, ഈ 3 പേരാണ് 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡർമാർ. 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയായ രാജ്യങ്ങൾ USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് വനിതാ സംവരണ നിയമം. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായും ചോദ്യ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഏരിയയാണ് നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ നിയമം എന്നറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് ഇതിന്റെ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് ഈ വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് വനിതാ സംവരണ നിയമത്തെ അറിയപ്പെടുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്. നമ്മൾ ഈ പറയുന്ന വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ ഏറ്റവും അവസാനമായി നിലവിൽ വന്ന പ്രധാനപ്പെട്ട 8 അമെൻമെന്റുകളുണ്ട്. ആ 8 അമെൻമെന്റുകളുടെയും PDF നോട്ടിൽ നാരി ശക്തി വന്ദൻ അധിനിയം ലോക്സഭ പാസ്സാക്കിയതെന്നാണ്, രാജ്യസഭ പാസ്സാക്കിയതെന്നാണ്, ഈ നിയമവുമായി ബന്ധപ്പെട്ട മറ്റു സംവിധാനങ്ങൾ, മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയൊക്കെയാണെന്ന് നമ്മൾ ആ PDF-ൽ ആഡ് ചെയ്തിട്ടുണ്ട്. വനിതാ സംവരണ നിയമത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലും, മറക്കല്ലേ, ലോക്സഭയിൽ മാത്രമല്ല സംസ്ഥാന നിയമസഭയിലും ഡൽഹി നിയമസഭയിലും മൊത്തം സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു എന്ന നിയമമാണ് വനിതാ സംവരണ നിയമം. വനിതാ സംവരണ നിയമം 2023 യാഥാർത്ഥ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് 106 വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ നിയമം 2023 യാഥാർത്ഥ്യമാക്കിയ ഭരണഘടനാ ഭേദഗതിയുടെ പേര് 106 ആണ്. ഒന്ന് ഓർത്തു വെക്കണം.
അടുത്ത ചോദ്യം, 2023 കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെറുകിട ജലസേചന പദ്ധതികളുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ഉത്തർപ്രദേശാണ്. 2023 അപ്പൊ ഞാൻ ഈ പറയുന്ന PDF നോട്ടിൽ 2022 കണ്ടന്റ് പറഞ്ഞു, 2021 പ്രധാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമിയുടെ 2021 കവിതാ പുരസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, 2023 കണ്ടന്റ് പറഞ്ഞു, 2024 കണ്ടന്റ് പറയുന്നു. അപ്പൊ 2023 കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെറുകിട ജലസേചന പദ്ധതികളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്, 3ാം സ്ഥാനം മധ്യപ്രദേശാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് 4 വർഷം വിലക്ക് ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ് ഉണ്ട്. ഇന്ത്യൻ അത്ലറ്റ് ആണ്. നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞത് ആരാണ്? ഗുസ്തി താരവുമായി ബന്ധപ്പെട്ട ആളാണ്. അതവിടെ നിൽക്കട്ടെ. ദെൻ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഒരു ഇന്ത്യൻ അത്ലറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദ്യുതി ചന്ദ് എന്നാണ്. അപ്പം നമുക്കറിയാം 100 മീറ്റർ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കും? ഈ എല്ലാ കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളുണ്ട്. ഇദ്ദേഹം 100 മീറ്റർ ഓട്ടത്തിലെ അത്ലറ്റ് ആണ് ഈ പറയുന്ന ദ്യുതി ചന്ദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ഉത്തേജക മരുന്ന് പരിശോധന നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട്. അത് നാഡ എന്നാണ് കേട്ടോ. നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്ന് പറയും. അതാണ് ഇന്ത്യയിൽ ഉത്തേജക മരുന്ന് പരിശോധന നടത്തുന്ന ഏജൻസിയുടെ പേര്. നാഡ എന്നാണ്, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നാണ്. ഈ നാഡ നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ അത് 2005 നവംബർ 24 നാഡ നിലവിൽ വന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഏത് രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ആയിഷ മാലിക്? ഇതാണ് ചോദ്യം. അപ്പൊ ഏത് രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ആയിഷ മാലിക്? എന്തായാലും ഇന്ത്യ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി വേണ്ട, ഇന്ത്യ അല്ല. കാരണം ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീബിയാണ്. അവരുടെ വിയോഗവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമുക്ക് വേണം. ജീവചരിത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ എടുക്കും. ഇവിടെ നമുക്ക് വേണ്ടത് ഏത് രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ആയിഷ മാലിക് എന്നാണ്. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് പാകിസ്ഥാനാണ്. ഉത്തരമായിട്ട് നമുക്ക് വേണ്ടത് പാകിസ്ഥാനാണ്. ഒന്ന് ഓർത്തു വെക്കുക. ഏതൊരു രാജ്യത്തിന്റെയും ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ആയിരിക്കുമല്ലോ. അപ്പം നിലവിലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരാണ്? അത് ആസിഫ് അലി സർദാരിയാണ്. നിലവിലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷാരിഫാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അടുത്തത്. അപ്പൊ അവിടെ ആസിഫ് അലി സർദാരിയൊക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് പോണേ. അടുത്തത്, ട്രാൻസ്ജെൻഡർമാർ നായകന്മാരായിട്ട് വേഷമിടുന്ന ഒരു ആദ്യ മലയാള സിനിമയുണ്ട്. നമുക്കറിയാം പരീക്ഷയ്ക്കകത്തൊക്കെ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മഴവില്ല്, മാരിവില്ല്, സമന്വയ, നീതി തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ ചോദിക്കാറുണ്ട്. പദ്ധതികളല്ല, ഈ പറയുന്ന വാക്കുകളൊക്കെ ചോദ്യമായി വരാറുണ്ട് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ കേരള PSC മത്സര പരീക്ഷയിൽ ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരമായിട്ട് എഴുതണം, ട്രാൻസ്ജെൻഡർമാർ നായകന്മാരായിട്ട് വേഷമിടുന്ന മലയാളത്തിലെ ആദ്യ മലയാള സിനിമ, മലയാളത്തിലെ തന്നെ ആദ്യത്തെ മലയാള സിനിമയായി കൺസിഡർ ചെയ്യുന്നത് ഉത്തരം നീതിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നീതി എന്നറിയപ്പെടുന്ന സിനിമ സംവിധാനം ചെയ്തത് ജെസ്സി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. നായകൻ ബിനോയ്, നായിക രമ്യ രമേശ്. ഈ 3 വ്യക്തികളെ ഒന്ന് ഓർത്തു വെക്കുക. വാക്ക് ഇമ്പോർട്ടന്റ്, നീതി എന്നറിയപ്പെടുന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ലൂണ 25 വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് പറയുന്നത്. ലൂണ 25 2023 പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരാണ് ലൂണ 25. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലൂണയെ റഷ്യ വിക്ഷേപിക്കുന്നത്. പരാജയപ്പെട്ടു. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പം മറ്റൊരു ചോദ്യമുണ്ട്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട 4 PDF നോട്ടിൽ അതിനകത്ത് ഒന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചന്ദ്രയാന്, സമുദ്രയാന്, ഗഗൻയാൻ, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തിയ 4 PDF ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക 4 PDF ഉള്ള 4, 1 പാർട്ട്, 2 പാർട്ട്, 3 പാർട്ട്, 4 പാർട്ട് നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ പറയുന്ന ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മറ്റ് രാജ്യങ്ങളെ ഒന്ന് ഓർത്ത് നോക്കണം. USSR ഈ പറഞ്ഞ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന രാജ്യമാണ്. USA രാജ്യമാണ്. ചൈന രാജ്യമാണ്. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് ഇന്ത്യയാണ്. അതൊന്ന് ഓർത്തു വെക്കുക.
അടുത്തത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, ഇന്ത്യയിലെന്നല്ല നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ആദ്യത്തെ ആഗോള മഞ്ഞൾ സമ്മേളനം. ഇതൊക്കെ ഒരു ആനുകാലിക സംഭവമാണ്. 2023 സെപ്റ്റംബർ 27 ലോകത്തെ ആദ്യത്തെ ആഗോള മഞ്ഞൾ സമ്മേളനം നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ മുംബൈ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും മുംബൈക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഉണ്ട്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ വ്യാവസായ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈ ആണല്ലോ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈ തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ട്. അപ്പൊ ആദ്യത്തെ ആഗോള മഞ്ഞൾ സമ്മേളനം നടന്നത് എവിടെയാണ്? അത് മുംബൈയിലാണ്. ഒന്ന് ഓർത്തു നോക്കുക. അപ്പൊ അവിടുത്തെ ലക്ഷ്യം എന്തായിരിക്കും? മഞ്ഞളിന്റെ ഉൽപാദനം, മഞ്ഞളിന്റെ വിപണനം, അന്താരാഷ്ട്ര വ്യാപാരം ഒക്കെ എന്ത് ചെയ്യുക, ലക്ഷ്യം വെക്കുന്ന ഒരു സമ്മേളനമാണ് 2023 സെപ്റ്റംബർ 27 നടന്ന ആഗോള മഞ്ഞൾ സമ്മേളനം. അന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു അല്ലെ? ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. ഇനിയുണ്ട് നമുക്ക് ടോപ്പിക്ക് പെൻഡിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകളെല്ലാം നമ്മൾ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടന്റും PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് പഠിക്കണം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് NS മാധവനാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, അപ്പൊ 2024 മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, 2023 പഠിക്കണം. 2023 പഠിക്കുന്നതിനോടൊപ്പം തന്നെ 2022 കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിന്റെ PDF ഉണ്ടല്ലോ. അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ ലഭിച്ചു. ദെൻ 2024 48ാമത്, മറക്കല്ലേ, 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവില. ഈ അശോകൻ ചെരുവിലിന് ഒരു നോവലുണ്ട്, കാട്ടൂർ കടവ് എന്ന നോവലിലാണ് അദ്ദേഹത്തിന് 2024 48ാം വയലാർ അവാർഡ് ജേതാവായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അത് ഏതിൻ്റെ നോവൽ? മറക്കല്ലേ, കാട്ടൂർ കടവ്, അശോകൻ ചെരുവിൽ. ഇനി 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലുണ്ടാവണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് പറയും. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. 2023 ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണനാണ്. ഇത്രയും അവാർഡുകൾ കിട്ടിയല്ലോ. ഇതിനെ കൂടെ 2023 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് സക്കറിയാണ്. ഇനി ഇതിനെ മൊത്തം കൂടെ നമ്മളാണ്ട് ഒരു ടോപ്പിക്കായിട്ട്, ഒരു ക്ലബ്ബായിട്ട്, അല്ലെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തന്, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക്, 2023 ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണന്, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്ക്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്തത്, അപ്പൊ ഇത്രയും ഈ സാഹിത്യ മേഖല എന്നറിയപ്പെടുന്ന ഏരിയ പെട്ടെന്ന് നമ്മൾ കവർ ചെയ്തു. കാരണം നിങ്ങൾ വായിച്ചു വെച്ചപ്പോൾ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റിവൈസ് ചെയ്യുന്നു. ഓക്കെ. ദെൻ 2022 കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. 2022 കോമൺവെൽത്ത് ഗെയിംസ് 1ാം സ്ഥാനം ഓസ്ട്രേലിയ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ 1ാം സ്ഥാനം ഓസ്ട്രേലിയ. അതായത് നമ്മൾ പറയുന്നേക്ക റാങ്ക് പട്ടിക എന്ന് പറഞ്ഞാൽ മെഡൽ പട്ടിക എണ്ണത്തിൽ 1ാം സ്ഥാനം ഓസ്ട്രേലിയ, 2ാം സ്ഥാനം ഇംഗ്ലണ്ടാണ്, 3ാം സ്ഥാനം കാനഡ. ഞാൻ പറയുന്നത് പാരീസ് ഒളിമ്പിക്സിനെ പറ്റിയല്ല, കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റിയാണ് പറയുന്നത്. 1ാം സ്ഥാനം ഓസ്ട്രേലിയ, 2ാം സ്ഥാനം ഇംഗ്ലണ്ട്, 3ാം സ്ഥാനം കാനഡ. ഇനി 4ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ 61 മെഡലുകളാണ്. അതിൽ 22 സ്വർണ്ണമുണ്ട്, 16 വെള്ളിയുണ്ട്, 23 വെങ്കലമുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച സ്വർണത്തിന്റെ എണ്ണം 22, 16 വെള്ളി, 23 വെങ്കലം. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാവുന്ന ഒരു മുൻകാല വർഷ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 കൈകളുമില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുകയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തൊരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അത്രയേറെ എഫേർട്ട് ഇട്ട്, അത്രയേറെ റിസ്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് ആ പാമ്പിടിച്ച കുഞ്ഞ്. ആ ആൻസർ ജില്ലുമോൾ എന്നാണ് അതിന്റെ ആൻസർ. 2 കൈകളുമില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നിറകൈയോടുകൂടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജില്ലുമോള്. അപ്പൊ 2 കൈകളുമില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുകയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ജില്ലുമോൾ. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ഇടുക്കി സ്വദേശിയാണ് ജില്ലുമോൾ, ഒന്ന് ഓർത്തു വെക്കണേ. ഇനി ഈ ജില്ലുമോൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇപ്രകാരം ലൈസൻസ് ലഭിക്കുന്ന ആദ്യ വ്യക്തി എന്ന് ചോദ്യം വന്നാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇടുക്കി സ്വദേശിയായ ജില്ലുമോൾ ആണ്. ഇടുക്കിക്ക് കറണ്ട് അഫെയർ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ
ജില്ല എന്ന വിശേഷണം വീണ്ടും ഈ കഴിഞ്ഞ രണ്ടാം ഘട്ട LGS പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചതാണ്, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ഇന്ത്യ S-400 അല്ലെങ്കിൽ S-400 പ്രതിരോധ മിസൈൽ വാങ്ങിയത് ഏത് രാജ്യത്ത് നിന്നാണ് എന്നാണ് ചോദ്യം. ആൻസറായിട്ട് വരുന്നത് S-400 പ്രതിരോധ മിസൈൽ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ്, ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ഈ പറയുന്ന S-400 പ്രതിരോധ മിസൈൽ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ്. ഈ പറഞ്ഞ ഇന്ത്യയുടെ ആദ്യ S-400 പ്രതിരോധ മിസൈൽ സംവിധാനം വിന്യസിപ്പിച്ചത് പഞ്ചാബ് അതിർത്തിയിലാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്, 5 നദികളുടെ നാടെന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പഞ്ചാബുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാരെ പറ്റി നിങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്തത്, ഈ പറഞ്ഞ S-400 പ്രതിരോധ മിസൈലിന് ഒരു പ്രത്യേകതയുണ്ട്. 400 കിലോമീറ്റർ വരെ വ്യോമാക്രമണ ഭീഷണി നേരിടാൻ ശേഷിയുള്ള പ്രതിരോധ മിസൈലാണ് S-400. അപ്പോൾ അത് വാങ്ങിയേക്കുന്നത് എവിടെ നിന്നാണ്? അത് റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് പറയാൻ പോകുന്നത്. ഹിന്ദു ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിന്ദു ആക്ട് പ്രകാരം അസാധുവായ ബന്ധത്തിൽ ജനിച്ച കുട്ടിക്ക് മാതാപിതാക്കളുടെ പൂർവിക സ്വത്തിന് അവകാശമുണ്ട്. അങ്ങനെ വിധി പ്രഖ്യാപിക്കുന്നത് ഇക്കഴിഞ്ഞ, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് മാറിയ ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത് 2023 സെപ്റ്റംബർ 1. അതാണ് ഹിന്ദു ആക്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് വിധി. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഹിന്ദു ആക്ട് പ്രകാരം അസാധുവായ ബന്ധത്തിൽ, സാധുവായതല്ല അസാധുവായ ബന്ധത്തിൽ ജനിച്ച കുട്ടിക്ക് മാതാപിതാക്കളുടെ പൂർവിക സ്വത്തിന്റെ അവകാശത്തിന് നിയമ സംവിധാനത്തിൽ സാധ്യതയുണ്ട്. ഈ പൂർവിക സ്വത്ത് അവകാശമാക്കാം എന്ന വിധി 2023 സെപ്റ്റംബർ 1 ചീഫ് ജസ്റ്റിസ് ആയ ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തീരുമാനിക്കുന്നു. അങ്ങനൊരു ആക്ട് നിലവിൽ കൊണ്ടുവരും. അപ്പം നമുക്കറിയാവുന്നതാണ്, അസാധുവായ വിവാഹത്തിൽ ജനിച്ച കുട്ടിക്ക് മാതാപിതാക്കളുടെ ഓഹരി അല്ലെങ്കിൽ സംയുക്ത കുടുംബത്തിന്റെ സ്വത്ത് അവകാശമാക്കാമെന്ന് സുപ്രീം കോടതി വിധിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത്തരമൊരു കുട്ടിക്ക് കുടുംബത്തിലെ മറ്റേതെങ്കിലും വ്യക്തിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ അതിന്മേൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്ന കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. അത്തരമൊരു കുട്ടിക്ക് കുടുംബത്തിലെ മറ്റേതെങ്കിലും വ്യക്തിയുടേതായ അല്ലെങ്കിൽ അതിന്മേൽ അവകാശം ഉണ്ടായിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബ സ്വത്ത്, അതായത് മാതാപിതാക്കളുടെ ഓഹരി എന്ന് വിശേഷിപ്പിക്കുന്ന സംയുക്ത കുടുംബത്തിന്റെ സ്വത്തിന്റെ അവകാശമുണ്ട്. മൊത്തം കിട്ടുമെന്നല്ല, അതിൽ അവകാശമുണ്ടെന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കോട്ടയം. ആൻസറായിട്ട് വരേണ്ടത് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാ? അത് പുനലൂരാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പുനലൂരാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. ഒന്ന് ഓർത്തു വെക്കണം. എന്താ ഈ ഉഷ്ണതരംഗം എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷ താപനില തുടർച്ചയായിട്ട് സാധാരണയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് ഉഷ്ണതരംഗം. അപ്പൊ കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല ചോദിച്ചാൽ അത് പാലക്കാടാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മറക്കരുത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ റാൻഡമായി ഡിസ്കസ് ചെയ്യും. അതിൽ ഏറ്റവും ഉപതെരഞ്ഞെടുപ്പ് 3 സ്ഥലത്താണ്: ചേലക്കര, പാലക്കാട്, വയനാട് മത്സരിച്ച് വിജയിച്ച പ്രിയങ്ക ഗാന്ധിക്ക് പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ഇപ്പം നിലവിൽ 18, അവർ ഇന്നലെ ലോക്സഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് 18ാം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി എന്ന റെക്കോർഡ്, രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് മറികടക്കുകയാണ് ഇപ്പം പ്രിയങ്ക ഗാന്ധി. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലോകത്തിൽ ആദ്യത്തെ റാപ്പിഡ് റെസ്പോൺസ് ഡിസാസ്റ്റർ ഹോസ്പിറ്റലിന്റെ പേര് ആരോഗ്യ മൈത്രി എന്നാണ്. അത് ഓർത്തു വെക്കുക. ഉത്തരം ആരോഗ്യ മൈത്രിയാണ്. വെറും 8 മിനിറ്റിനുള്ളിൽ പ്രവർത്തനം ക്ഷമമാവുകയും ആവശ്യമായ രോഗികൾക്ക് ഉടനടി വൈദ്യസഹായം നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആരോഗ്യമൈത്രി. ലോകത്തിൽ ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റൽ ആരോഗ്യമൈത്രി ക്യൂബ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഗുരുഗ്രാമിലാണ്. ഡിസംബർ 2, 2023 അനാച്ഛാദനം ചെയ്തത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഈ ലോകത്തിൽ ആദ്യത്തെ റാപ്പിഡ് റെസ്പോൺസ് ഡിസാസ്റ്റർ ഹോസ്പിറ്റലിന്റെ പേര് ആരോഗ്യമൈത്രി എന്നാണെന്ന് മാത്രം ഓർക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് ആദ്യത്തെ രോഗി സുരക്ഷ അവകാശ പോർട്ടൽ പുറപ്പെടുവിച്ചത് എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ലോകത്ത് താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് ആദ്യത്തെ രോഗി സുരക്ഷ അവകാശ പോർട്ടൽ എന്നല്ലയോ?
അപ്പോൾ രോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2023 സെപ്റ്റംബർ 12, 13 തീയതികളിൽ നടന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കോൺഫറൻസിലാണ് ഈ ചാർട്ടർ പ്രഖ്യാപിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ രോഗികളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഇത് വിവരിക്കുന്നത് ഏതാണ്? ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഈ കോൺഫറൻസിൽ ഈ ചാർട്ടറിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത്, വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി. ഇപ്പൊ കേരളത്തിലെ ഏത് സർവകലാശാല എടുത്തു, അവിടെ എല്ലാം ഓരോ വിദ്യാർത്ഥികൾക്കും പരാതികൾ കാണും. അപ്പൊ വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിൽ ആദ്യത്തെ സർവകലാശാല ഉത്തരമായിട്ട് വരേണ്ടത് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ KTU എന്നാണ്. അപ്പൊ അവിടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉണ്ട്. ഉത്തരം APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല സ്ഥാപിതമാകുന്നത് 2014 2014 ഈ പറയുന്ന APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല സ്ഥാപിതമാകുന്നത്. നിലവിലെ വൈസ് ചാൻസലർ K ശിവപ്രസാദാണ്. 2 ദിവസമായുള്ള ഈ അപ്പോയിന്റ്മെന്റ് നടന്നത്. നിലവിലെ വൈസ് ചാൻസലർ സജി ഗോപിനാഥ് ആയിരുന്നു, അദ്ദേഹം മാറി. ഇപ്പൊ K ശിവപ്രസാദ് ആണ്. അതിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഭയങ്കര വിവാദം നടക്കുന്നുണ്ട്. അപ്പൊ കേരള ഡിജിറ്റൽ സർവകലാശാലയുണ്ട് കേട്ടോ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ നിലവിലെ ചാൻസലർ ചോദിച്ചാൽ, അത് വൈസ് ചാൻസലർ ചോദിച്ചാൽ അത് സിസ തോമസും, കേരള സാങ്കേതിക സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ K ശിവപ്രസാദുമാണ്. ഈ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല എന്നറിയപ്പെടുന്ന KTUവിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരമാണെന്ന് മാത്രം ഓർത്തു വെക്കുക. അടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 സെപ്റ്റംബർ 23 ഈ പറഞ്ഞ കാശിയെയും കാശി വിശ്വനാഥ സങ്കല്പത്തെയും പ്രതിദാനം ചെയ്യാൻ വേണ്ടി ലോർഡ് ശിവ തീം അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം തറക്കല്ലിട്ടു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഉത്തരം ഏതാണ്? അത് വാരണാസിയാണ്. ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. അടുത്തത്, ഭക്ഷ്യഭദ്രതാ പുരസ്കാരം 2023 ആയിക്കോട്ടെ, 22 ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, ഈ ആനുകാലിക സംഭവങ്ങളൊക്കെ വായിക്കുമ്പം ഈ ഒരു ഏരിയ നിങ്ങൾ ഒന്ന് വായിച്ചു വെച്ചേക്കണം. കേരള സർക്കാരിന്റെ ആദ്യത്തെ ഭക്ഷ്യഭദ്രതാ പുരസ്കാര ജേതാവ് ചെറുവയൽ K രാമനാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അവിടെ കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബ് പ്രവർത്തിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കേരള കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഞങ്ങളും കൃഷിയിലേക്ക്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഡോക്ടറിന്റെ പേര് ആനന്ദി ഗോപാൽ. അപ്പം ഇന്ത്യയിൽ ആദ്യ വനിതാ ഡോക്ടറായ ആനന്ദി ഗോപാൽ ജോഷിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ചൊരു നാടകമുണ്ട്. ആ നാടകത്തിന്റെ പേര് ആനന്ദി എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ ആ നാടകം സംവിധാനം ചെയ്തത് സുനിൽ മങ്ങാടാണ്. ഈ ആനന്ദി ഗോപാൽ ജോഷിയെ കുറിച്ച് കാവ്യസമാഹാരമുണ്ട്. അത് ആനന്ദിഭായ് ജോഷി എ ലൈഫ് ഓഫ് ഇൻ പോയംസ് എന്നറിയപ്പെടുന്ന ഒരു കാവ്യസമാഹാരമാണ്. ആ കാവ്യസമാഹാരം എഴുതിയത് ശിഖ മാളവ്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പം റാം കെയർ ഓഫ് ആനന്ദി എന്നറിയപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ഒരു മേഖലയുണ്ടല്ലോ. അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ടൈമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്, കരൈവെട്ടി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കരൈവെട്ടി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തമിഴ്നാട് സംസ്ഥാനത്താണ്. പ്രത്യേകത എന്താ? 2024 റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പക്ഷി സങ്കേതത്തിന്റെ പേരാണ് കരൈവെട്ടി പക്ഷി സങ്കേതം. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ 2024 റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട മറ്റൊരു കൺസർവേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമുണ്ട്. അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത് കർണാടകയിലാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, OIML സർട്ടിഫിക്കറ്റ് നൽകുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 13ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്താ ഈ OIML എന്ന് പറഞ്ഞാൽ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജി. മറക്കല്ലേ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജി എന്നാണ് OIMLന്റെ പൂർണ്ണരൂപം. അപ്പൊ ഇവിടെ എന്താ ഈ പറയുന്ന സംവിധാനത്തിന്റെ പ്രത്യേകത? 2023 സെപ്റ്റംബർ 14 കേന്ദ്ര ഉപഭോക്തൃ കാര്യ മന്ത്രാലയം ന്യൂഡൽഹി വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഈ പറയുന്ന OIML ഇന്ത്യ അംഗമാകുന്നത് 1956. ലേറ്റസ്റ്റ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് പോവാണ്. അടുത്തത്, ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. നിങ്ങൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഉത്തരം എന്ത് എഴുതാൻ സാധ്യത കൂടുതൽ? ലഡാക്ക് ആയിരിക്കുമല്ലോ. ആൻസർ ലഡാക്ക് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 19,400 അടി ഉയരത്തിലാണ് ഈ റോഡ് നിർമ്മിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അടുത്തത് മങ്കൊമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഓർത്തു വെക്കുക. ഈ ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് 1940-ലാണ്. നമ്മൾ ജലവൈദ്യുത പദ്ധതികളെന്നറിയപ്പെടുന്ന ടോപ്പിക്കൊക്കെ പഠിക്കുമ്പോൾ വായിക്കുന്ന ഒരു കണ്ടന്റാണിത്. അപ്പം മങ്കൊമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏറ്റവും ലേറ്റസ്റ്റായി വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനത്തിന്റെ പേരാണ് ഉമ. അതൊന്ന് ഓർത്തു വെക്കണം. ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിങ്ങിലൂടെ ഈ ഉമ നെൽവിത്തിന്റെ സ്പെക്ട്രൽ ലൈബ്രറി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ്. മങ്കൊമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഈ മങ്കൊമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1940-ലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് AMR ബോധവൽക്കരണ വാരമായിട്ട് ആചരിക്കുന്നത് നവംബർ 18 മുതൽ 24 വരെയാണ്. ഒന്ന് ഓർത്തു വെക്കുക. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത് പ്രഖ്യാപനം നടക്കുന്നത്. അപ്പോൾ 2023 ഇതിന്റെ പ്രമേയം പ്രിവെന്റിംഗ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ടുഗദർ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് 2023 വേൾഡ് ഫംഗൽ ഇൻഡെക്സിൽ 2023 വേൾഡ് ഫംഗൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഉത്തരമായി നിങ്ങൾ ഇടുന്നത് ഉത്തരം 111ആണ്. ഒന്നാം സ്ഥാനം 2023 വേൾഡ് ഫംഗൽ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ബെലാറസും ഇന്ത്യയുടെ സ്ഥാനം 111മാണ്. അപ്പൊ ഇൻഡെക്സുകൾ ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് PSLV-C 53 വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം. 2022 ജൂൺ 30-നാണ്. വിക്ഷേപണ സ്ഥലം നിങ്ങൾ തന്നെ പറ, ഏതായിരിക്കും? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരിക്കുമല്ലോ. ഈ പറയുന്ന ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ വാണിജ്യ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന PSLV-C 53ആണ്. ഒന്ന് ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എത്ര മീറ്റർ ദൂരം താണ്ടിയാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത് എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, 88.17 മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വർണത്തിലേക്കുള്ള ഒരു ദൂരം. അത് ഓർത്തു വെക്കുക. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഓക്കെ, 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആയിരുന്നു. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള ഇന്ത്യൻ നഗരം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഡൽഹിയാണ്. ഡൽഹിയുടെ പഴയകാല പേര് ദില്ലിക എന്നാണ്. ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം എവിടെയാ? ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം ചോദിച്ചാൽ അത് കൊൽക്കത്തയും, ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക മെട്രോ സംവിധാനം ചോദിച്ചാൽ അത് ഡൽഹിയുമാണ്. രണ്ട് ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ സംവിധാനം കൊൽക്കത്ത മെട്രോയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക മെട്രോ ചോദിച്ചാൽ അത് ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യം മോണോ റെയിൽ സംവിധാനം കൊണ്ടുവന്നത് അത് മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സംവിധാനം കൊണ്ടുവന്നത് മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മോണോ റെയിൽ സംവിധാനം കൊണ്ടുവന്നത് മുംബൈയിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ സംവിധാനം കൊണ്ടുവന്നത് കൊൽക്കത്തയിലും, ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക മെട്രോ സംവിധാനം കൊണ്ടുവന്നത് എവിടെയാണ് ചോദിച്ചാൽ അത് ഡൽഹിയിലും. അടുത്തത് കേരളത്തിലെ എത്രാമത്തെ മെട്രോ ആണ്? 8ാമത്തെ മെട്രോ. കഴിഞ്ഞ ക്ലാസ് എനിക്ക് തോന്നുന്നു 7ാമത്തെ മെട്രോ എന്നാണ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. 8ാമത്തെ മെട്രോ, ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയാണ് കേരളത്തിലെ മെട്രോ. ഇന്ത്യയിൽ ആദ്യത്തെ ജലമെട്രോ സംവിധാനം കേരളത്തിലെ കൊച്ചിയിലാണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഇത്രയും കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ക്ലാസ്സും പറഞ്ഞല്ലോ, നമ്മൾ മാക്സിമം 1 മണിക്കൂറിൽ കൂടുതൽ തന്നെയാണ് കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം PDF പാർട്ട് 1 ഏകദേശം 15ഓളം PDF, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 15ഓളം PDF, ഏകദേശം ഒരു PDF തന്നെ ഏകദേശം 200ഓളം കണ്ടന്റ് ഉണ്ട്. അതെങ്ങനെ തന്നെ 15 PDF ടെലഗ്രാം ഗ്രൂപ്പിൽ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിൻസിയറായി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മൾ ഈ ആനുകാലിക സംഭവം. ആനുകാലിക സംഭവത്തിൽ നിന്ന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.